ഈശാവാസ്യോപനിഷത്ത് 29-ാമത്തെ പേജിൽ, അതായത് 9-ാം മന്ത്രത്തിന്റെ ആരംഭം ചെയ്തിരിക്കുകയാണ്. സംബന്ധം പറയാണ്. അധ്യയന മന്ത്രേण എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞു. പ്രഥമോ വേദാർത്ഥമായിരിക്കുന്ന ജ്ഞാനനിഷ്ഠ പറഞ്ഞു ഈശാവാസ്യം ഇത്യാദി മന്ത്രത്തിലൂടെ. അതിനുശേഷം ഗൗണമായിരിക്കുന്ന വേദാർത്ഥം രണ്ടാമത്തെ മന്ത്രത്തിലൂടെയും പറഞ്ഞു. ഇതാണ് ഭാഷ്യത്തിൽ പറഞ്ഞത്. ജിജീവിഷുണാം ജ്ഞാനനിഷ്ഠ അസംഭവേ അജ്ഞാനാം. അജ്ഞനെ സംബന്ധിച്ച് ജ്ഞാനനിഷ്ഠ സംഭവിക്കത്തില്ല എന്നുള്ളത് കൊണ്ട് ഇതിവിടെ അജ്ഞൻ എന്ന് ഉദ്ദേശിച്ചത് ശാസ്ത്രബോധവും പോലും ഇല്ലാത്തവൻ എന്നുള്ള അർത്ഥത്തിലേ ഉള്ളൂ. അല്ലാതെ ജ്ഞാനി അജ്ഞാനി, ജ്ഞാനിക്ക് ജ്ഞാനനിഷ്ഠയുണ്ട് അജ്ഞാനിക്ക് ജ്ഞാനനിഷ്ഠ ഇല്ല എന്ന അർത്ഥത്തിലല്ല. കാരണം ഇവിടെ ഒരു വ്യക്തിയുണ്ട് ശാസ്ത്ര അധ്യയനം നടത്തിയിട്ട് നിരന്തര ബ്രഹ്മാകാര വൃത്തിയിൽ ഇരിക്കുന്നവൻ. അവനെ സംബന്ധിച്ച് ജ്ഞാനനിഷ്ഠ സംഭവമാണ്. അതിനു വേണ്ടിയാണ് സർവസംഘ പരിത്യാഗം ചെയ്യുന്നത് തന്നെ. പക്ഷേ അത്രയ്ക്കും ശാസ്ത്രബോധമില്ലാതെ പോകുമ്പോൾ എന്ത് പറ്റി? ജ്ഞാനനിഷ്ഠ അവനെ കൊണ്ട് സംഭവിക്കത്തേയില്ല. അങ്ങനെ ഇരിക്കുന്ന അജ്ഞനെ എടുക്കണം. അവൻ പിന്നെ എന്ത് ചെയ്യും? അവൻ കർമ്മം ചെയ്യട്ടെ, കർമ്മനിഷ്ഠാവുക്ത. അതല്ലാതെ ബ്രഹ്മജ്ഞാനമില്ലാത്ത എല്ലാവർക്കും കർമ്മനിഷ്ഠ ഇവിടെ പറഞ്ഞിട്ടില്ല. ജിജീവിഷുവിന്റെ കർമ്മനിഷ്ഠ എന്നുള്ളത് ആ ജിജീവിഷുവിന് ശാസ്ത്രബോധമേ ഇല്ല, അതിനുള്ള തലവളർച്ച ഉണ്ടായിട്ടില്ല. ബുദ്ധിയും സാമർഥ്യം ഉണ്ടെങ്കിൽ മാത്രമേ ബ്രഹ്മാകാര വൃത്തി ശാസ്ത്രത്തിൽ നിന്ന് പോലും മനസ്സിലാകത്തുള്ളൂ, അതിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. അതിന് ഉതകാത്ത ബുദ്ധിയായാണ് നമ്മൾ ഇവിടെ അജ്ഞന് എന്നുള്ള ശബ്ദം കൊണ്ട് ഗ്രഹിച്ചിരിക്കുന്നത്. ബുദ്ധിവിശിഷ്ടൻ അജ്ഞൻ, ശാസ്ത്രബോധമില്ലാത്തവനെ സംബന്ധിച്ച് കർമ്മനിഷ്ഠയാണ് പറയപ്പെട്ടത്. അതാണ് ദ്വിതീയമായിരിക്കുന്ന വേദാർത്ഥം. എന്നിട്ടോ ഇനി നമ്മൾ കാണേണ്ടത് ടീക്കയാണ്. യദുക്തം ഭാസ്കരേണ വിഭാഗം എടുത്തതാണ്. സർവാഭി ഉപനിഷത്ത് ഏകം ബ്രഹ്മവിദ്യാ പ്രകരണം തതഃ പ്രകരണഭേദകരണം അനുചിതമിതി. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ, വളരെ ജടിലമായിരിക്കുന്ന സ്ഥലമാണിത്. സംഭവം വളരെ സിമ്പിൾ ആണെങ്കിലും മനസ്സിലാക്കാൻ കുറച്ച് പാടാണ്. അതായത് ബ്രഹ്മാകാര വൃത്തിക്ക് ഉതകുന്ന സ്ഥലമൊന്നല്ല, പക്ഷേ പ്രശ്നം പരിവട്ടമുണ്ട്. ഇതിന്റെ പ്രസംഗത്തിന്റെ രീതി നോക്കിയോ. ഏതെന്നാണോ ഭാസ്കരനാൽ പറയപ്പെട്ട കാര്യം, എന്ത് മൊത്തത്തിൽ ഈ പ്രകരണം ബ്രഹ്മവിദ്യാ പ്രകരണമാണ്. സർവാഭി അതായത് ഈശാവാസ്യം മുതൽക്ക് അവസാനത്തെ സപര്യകാചുക്രമകായമ പുരണം, അതല്ലേ 18-ാം മന്ത്രം. ആ 18-ാം മന്ത്രം വരെ ഒറ്റ പ്രകരണമാണ് എന്നാണ് അഭിപ്രായം. അല്ല, അവസാനം ഏതാണ്? അക്തിനയ സുപധാരായി യസ്മാൻ വിശ്വാനി ദേവൈനാനി വിദ്വാൻ. ഈ മന്ത്രം വരെയുള്ള ഭാഗം ഒറ്റ പ്രകരണമായിട്ടാണ് ഭാസ്കരൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഈ പ്രകരണ ഭേദം ഉണ്ടല്ലോ, 8-ാം മന്ത്രം വരെ ജ്ഞാനപ്രകരണം, 9-ാം മന്ത്രം മുതൽ 2 പ്രകരണം, ഒന്നായിട്ടും കാണാം രണ്ടായിട്ടും കാണാം. കാരണം ഒന്ന് ഉപാസന സമുച്ചയ ഉപാസന, രണ്ടാമത്തത് ഉപാസന സമുച്ചിത കർമ്മം, ഇങ്ങനെയായി മാറും. ഈ രീതിയിൽ ഭേദം ചെയ്യുന്നത് ശരിയല്ല. കാരണം മൊത്തത്തിൽ ഒരൊറ്റ ബ്രഹ്മവിദ്യാ പ്രകരണമാകുന്നു എന്ന് പറയുന്നുണ്ട്. തദസത് പറഞ്ഞത് ശരിയല്ല. എന്തുകൊണ്ടാ? പ്രാണാദി ഉപാസന വിധാനസ്യാപി ഉപനിഷത്സു ദർശനാത്. പ്രാണാദി ഉപാസന, പ്രാണ ഉപാസന, ഹിരണ്യഗർഭ ഉപാസന, ചക്ഷുവിലെ പുരുഷനും ആദിത്യ പുരുഷനും ഏകനാണെന്നുള്ള ഉപാസന, പഞ്ചാഗ്നി വിദ്യ ഉപാസന, ഇങ്ങനെ പല ഉപാസനയും എവിടെ കാണുന്നുണ്ട്? ഉപനിഷത്തുക്കളിൽ കാണുന്നുണ്ട്. അല്ല, ഈ പ്രാണാദി ഉപാസനയും ബ്രഹ്മവിദ്യയും ചേർത്തിട്ട് അംഗാംഗി ഭാവത്തിലിരുന്നും കൊണ്ട് ഒറ്റ ഫലമല്ലേ കൊടുക്കുന്നത് എന്ന് പൂർവപക്ഷിയുടെ ആക്ഷേപമുണ്ട്. അതിനെ ഇനി നിരാകരിക്കണം. അതുകൊണ്ട് പറയാണ് നജ തദപി ബ്രഹ്മജ്ഞാനാംഗമിതി വാച്യം. തദപി ടിപ്പണി 6 കാണും. തഥാച അംഗാംഗിനോർ ഏകഫലകത്വേന. ഉദാഹരണത്തിന് ദർശപൂർണമാസ യാഗസ്ഥലത്ത് 3 6 ദർശത്തിലും 3, പൂർണിമയിലും 3, ഇങ്ങനെ 3 6 പ്രധാന യാഗങ്ങൾ ഉണ്ടാവും. അതിന്റെ അംഗയാഗങ്ങളായിട്ട് അപ്രയാജ അനുയാജാതി യാഗങ്ങൾ വേറെ വരും. മൊത്തം ചേർന്നിട്ട്
ഏകമായിരിക്കുന്ന സ്വർഗം എന്നുള്ള ഫലം കൊടുക്കും. അപ്പൊ അംഗവും അങ്കിയും ചേർന്ന് ഒറ്റ ഫലമേ കൊടുക്കത്തുള്ളൂ. അംഗത്തിന് ഫലം വേറെ കാണാൻ പറ്റത്തില്ല. എവിടെയാണോ മുഖ്യഫലത്തിൽ നിന്ന് ഭിന്നമായിട്ട് അംഗത്തിന് വേറെ ഫലം പറയുന്നത്, അത് അർത്ഥവാദം മാത്രമാണ്. അംഗേ ഫലശ്രുതി അർത്ഥവാദ. അംഗത്തിൽ കാണുന്ന ഫലം, ഫലശ്രുതി, ഫലം കേൾക്കാമെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. അംഗേ ഫലശ്രുതി അർത്ഥവാദ, അർത്ഥവാദം മാത്രമാണ്. അർത്ഥവാദേ ഫലശ്രുതി രാത്രി സത്രന്യായ എന്ന് പറയും. അത് അടുത്ത സ്റ്റെപ്പാണ്. അതായത് ഇതെല്ലാം പൂർവമീമാംസയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ചില യാഗങ്ങളെ വിധാനം നടത്തുന്ന സമയത്ത് വിധിവാക്യമായിട്ട് സംബന്ധിച്ചിട്ട് ഫലത്തെ കേൾക്കാൻ പറ്റത്തില്ല. ഫലം കേൾക്കൂല, യാഗത്തിന് വിധാനം നടത്തിയിട്ടുണ്ടാവും. അന്നപ്പോൾ പൂർവമീമാംസയിൽ ചർച്ച നടക്കുന്നുണ്ട്, ഈ ഫലം കേൾക്കപ്പെടാത്ത യാഗത്തെ ആര് ചെയ്യും? ചെയ്യാൻ വിധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ചെയ്തേ പറ്റത്തുള്ളൂ. ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഫലവും ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന യാഗത്തിന് എന്ത് ഫലം കാണും നമ്മൾ? അന്നപ്പോൾ അതായത് വേദത്തിലില്ലെങ്കിലും വേദത്തിനെ അറിയുന്ന പണ്ഡിത സദസ്സിൽ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് നിർണയിച്ചിട്ടുണ്ട്. സ സ്വർഗ സ്യാദ് സർവാൻ പ്രതി അവിശിഷ്ടത്വാദ്. ആ ഫലം കേൾക്കാത്ത സ്ഥലത്ത് ഫലം സ്വർഗമാണെന്ന് കരുതിക്കൊള്ളണം. സ്വർഗം എന്നുദ്ദേശിച്ചതേ സുഖവിശേഷമാണ് സ്വർഗം, അല്ലാതെ ലോകം എന്ന് തന്നെ അർത്ഥമില്ല. എന്ന ദുഃഖേന സമ്പിന്നം നജഗ്രസ്ഥമനന്തരം അഭിലാഷുപനീതം ച തത്പദം സ്വപദാസ്പദം എന്ന് പറയും. ഏതൊരു സ്ഥാനമാണോ ദുഃഖേന അസംഭിന്നം, സംഭിന്നം എന്ന് പറഞ്ഞ സമ്മിശ്രിതം നടത്തും. ഈ ലോകം ദുഃഖ സമ്മിശ്രിതമാണ്. ഏതാണ് ദുഃഖ സമ്മിശ്രിതമല്ലാത്തത്? അത് ലോകവുമാവാം അനുഭവമാവാം. എന്ന ദുഃഖേന സമ്പന്നം നജഗ്രസ്തമനന്തരം. ആ സുഖം അനുഭവിച്ച ശേഷം പെട്ടെന്ന് തന്നെ ദുഃഖം അനുഭവിക്കുക വെച്ചാൽ അതുമില്ല. കാരണം ആ സുഖം അവന്റെ പുണ്യം കൊണ്ട് അനുഭവിച്ചതാണ്. അവിടെ പാപമായിട്ട് ബന്ധമൊന്നുമില്ല. നജഗ്രസ്തമനന്തരം അഭിലാഷുപനീതം ച. സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് വസ്തുക്കൾ വന്നു ചേരുന്നതും അതും ഒരു ആനന്ദത്തിന് കാരണമായി മാറും. സ്വർഗത്തിലും സ്ഥിതി ഇത് തന്നെയാണ്. സ്വർഗത്തില് ഇച്ഛ ഉണ്ടെങ്കിൽ വസ്തു ഉപലബ്ധി ഉണ്ടാവും. വസ്തു ഉപലബ്ധമായി കഴിഞ്ഞാൽ അതിന്റെ ഭോഗം നടത്തുക. ഹിരണ്യഗർഭലോകത്ത് ഇച്ഛിച്ചു കഴിഞ്ഞാൽ വസ്തുവല്ല, വസ്തുവിന്റെ ആനന്ദം ഏതാണോ അത് അനുഭവിക്കാൻ പറ്റും. ഇങ്ങനെ വേർതിരിവുണ്ട്. തത്പദം സ്വപദാസ്പദം. ഈ സ്ഥാനത്തെയാണ് സ്വ എന്നുള്ളത് സ്വർഗം എന്നുള്ള പദത്തിന്റെ ആശ്രയമായിട്ട് പറയുന്നത്. അപ്പൊ സ്വർഗം എന്നുള്ള പദത്തിന്റെ അർത്ഥമാണ് സുഖം എന്നുള്ളത്. അങ്ങപ്പോൾ എവിടെയാണോ ഫലം കേൾക്കപ്പെടാത്തത് അവിടെ ഫലമായിട്ട് ഏത് വേണം? സ്വർഗം എന്നുള്ള സുഖത്തെ മാനിക്കുന്നുണ്ട്. ഇതിനെയാണ് വിശ്വജിത് ന്യായം എന്ന് പറയുന്നത്. കാരണം വിശ്വജിത് ന്യായ സ്ഥലത്ത് ഫലം കേൾക്കുന്നില്ല, യാഗം വിധിച്ചിട്ടുണ്ട്. അവിടെയാണ് ചർച്ച വരുന്നത്. ഇതിനെപ്പോ എന്ത് ചെയ്യും നമ്മൾ? ഏത് ഫലമായിട്ട് കണക്കാക്കും? ആ പണ്ഡിത സദസ്സിലെ അഭിപ്രായമാണിത്. അതിനെ സ്വർഗമായിട്ട് കണക്കാക്കണം. കാരണം പുത്രൻ 10 ഉണ്ടെങ്കിൽ പിന്നെ അവന് പുത്രൻ ആവശ്യമില്ല. ധനമുണ്ടെങ്കിൽ പിന്നെ ധനത്തിന്റെ ആവശ്യം വരുന്നില്ല. രാജാവാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ഗ്രാമത്തിന് ആവശ്യം വരുന്നില്ല. എന്ന് പറഞ്ഞാല് സംഗ്രാഹിണേയം യജേത ഗ്രാമകാമഹ, അതേപോലെ കാര്യര യജേത വൃഷ്ടികാമഹ. കാര്യരയാഗം നടന്ന എന്തിനാണ്? മഴയ്ക്കാണ്. മഴ കൊണ്ട് ധാന്യസമ്പത്ത് ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ഇതൊന്നും ആഗ്രഹിക്കത്തില്ല. പക്ഷേ എല്ലാവരും സുഖത്തെ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന സുഖമായിരിക്കട്ടെ വിശ്വജിത്ത് കർമ്മത്തിന്റെ ഫലം എന്ന് മാനിക്കുന്നതുകൊണ്ട് ഇതിനെ പറയും വിശ്വജിത്ത് ന്യായത്തിനനുസരിച്ച് ഏത് കർമ്മസ്ഥലത്താണ് വിധിവാക്യത്തിൽ ഫലം കേൾക്കപ്പെടാത്തത് ആ സ്ഥലത്ത് ഫലമായിട്ട് ഇതിനെ മാനിക്കണം? സ്വർഗത്തെ മാനിക്കണം. ഇതൊരു ന്യായം. പിന്നെ ചില സ്ഥലത്ത് വിധിവാക്യത്തിൽ ഫലമില്ലെങ്കിലും അർത്ഥവാദം വരുന്ന സ്ഥലത്ത് അവിടെ ഫലം കേൾക്കാം. ശരിയേ? അന്നപ്പോൾ എന്ത് മാനിക്കും? അങ്ങനെയുള്ള സ്ഥലത്ത് തീർത്തും അനുയോജ്യമായിരിക്കുന്നു. തീരെ കേൾക്കാത്ത സ്വർഗത്തെ മാനിക്കുന്നതിനേക്കാൾ നല്ലത് അർത്ഥവാദ സ്ഥലത്ത് കേൾക്കുന്ന ഫലത്തെ മാനിക്കുന്നതാകുന്നു. ശരിയേ? ഈ ന്യായത്തെ നമ്മൾ രാത്രി സത്രന്യായം എന്ന് പറയും. അതായത് രാത്രി സത്ര യാഗസ്ഥലത്ത് വിധിവാക്യത്തിൽ ഫലമില്ലെങ്കിലും അർത്ഥവാദ സ്ഥലത്ത് ഫലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അർത്ഥവാദേ ഫലശ്രുതി രാത്രി സത്രന്യായ സ്യാദ്, അംഗേ ഫലശ്രുതി അർത്ഥവാദ സ്യാദ്.
അംഗത്തിലെ ഫലം അർത്ഥവാദം മാത്രമാണ്. ഇനി അർത്ഥവാദ സ്ഥലത്ത് ഫലം കേൾക്കുന്നുണ്ടെങ്കിൽ അത് രാത്രിസത്ര ന്യായമായി മാറും. ശരിയേ? പ്രതിഷ്ഠന്തി ഹവൈ യ രാത്രി മുപയന്തി എന്നാണ് മന്ത്രം. പ്രതിഷ്ഠാരൂപ ഫലത്ത് പറയുന്നുണ്ട് രാത്രിസത്ര ന്യായസ്ഥലത്ത്. അപ്പോൾ അത് അർത്ഥവാദ സ്ഥലത്താണ് കേട്ടതെങ്കിൽ പോലും ആ ഫലത്തെ നമ്മൾ എടുക്കുക, അല്ലാതെ വിശ്വജിത് ന്യായത്തിനനുസരിച്ച് അവിടെ സ്വർഗം എന്ന് മാനിക്കാൻ പാടില്ല. ഇങ്ങനെ രണ്ട് ന്യായങ്ങൾ കൊണ്ടുവച്ച് വെക്കുന്നുണ്ട് പൂർവ്വമീമാംസയിൽ. അപ്പോൾ എന്ത് പറ്റി? അംഗികൾ ചേർന്നിട്ടുള്ള ഒരു ഫലമാണ് എവിടെ കാണുന്നത്? ദർശപൂർണമാസ യാഗസ്ഥലത്ത് കാണുന്നത്. ഇത് നമ്മൾ ദൃഷ്ടാന്തം പറയുന്ന നേരം, വേദാന്തത്തിലെ ദൃഷ്ടാന്തം പറയുന്ന നേരം നേരിട്ട് കൊണ്ടുവയ്ക്കുക പൂർവ്വമീമാംസാ സിദ്ധാന്തമായിരിക്കും. പണ്ട് കാലത്ത് വേദാന്തത്തിനെ അന്വയിച്ച് പോകുമ്പോഴും നമ്മൾ ആശ്രയിക്കുന്നത് പൂർവ്വമീമാംസാ സിദ്ധാന്തമാണ്. കുറെ കാലം കഴിഞ്ഞപ്പോഴാണ് കാലത്തിനനുസരിച്ച് നൈയായികൻ മൂത്ത് നവ്യനൈയായികനായപ്പോൾ അവന്റെ ഭാഷാ ശൈലി തന്നെ മാറി. മാത്രല്ല, അവൻ മറ്റ് ശാസ്ത്രങ്ങളുടെ ഖണ്ഡനം മുച്ചോട് മുടിച്ചു പിടിക്കാൻ തുടങ്ങി. പ്രാചീന നൈയായികരിൽ നിന്ന് നവ്യനൈയായിക രീതിയിൽ എത്തുമ്പോൾ നിങ്ങളുടെ തർക്കസംഗ്രഹത്തിൽ തന്നെ ആ മൂലപാഠം കഴിഞ്ഞാല് പദകൃത്യം വരും. അത് പ്രാചീന ന്യായത്തിനനുസരിച്ചുള്ളൂ. പക്ഷെ ബാലബോധന കയറുമ്പോഴേക്ക് നിങ്ങൾക്ക് അവച്ഛേദകാവച്ചന ശബ്ദം കേൾക്കാൻ തുടങ്ങും. സാധ്യതാവച്ചന സംബന്ധാവച്ചന സാധ്യതാവച്ഛേദകാവച്ചന പ്രതിയോഗ സംബന്ധാവച്ചന പ്രതിയോഗ അവച്ഛേദകാവച്ചന വൈദികരണ അവച്ഛിന്ന അഭാവ നിരൂപിത ഹേതു സംബന്ധാവച്ചന വ്യക്തിത്വാവച്ചന പ്രതിയോഗാഭാവ വ്യാപ്തി എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് വളരെ ജടിലമായിട്ട് മൊത്തം ഇനി ഒരു കടന്നുകയറ്റം ഇല്ലാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്ത് കളയും. വേറൊരാൾക്ക് ഒരു ദോഷം കാണിക്കാൻ അവസരം കൊടുക്കാത്ത രീതിയിൽ കയറും. ശരി, എത്ര കയറിയാലും പൂർവപക്ഷ വ്യാപ്തിയുടെ പ്രശ്നം എന്താന്ന് പറഞ്ഞാല് കേവലാന്യ സ്ഥലത്ത് അന്വയിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അത് അവർക്കും അറിയാം. പരമാത്മാവ് വന്നാൽ പോലും അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പിന്നെ അവര് സിദ്ധാന്ത ലക്ഷണം വേറെ തന്നെ ഉണ്ടാക്കും. വ്യാപക സാമാന്യ ധീരണ വ്യാപ്തി. ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് എനിക്കറിയാം. അത് ന്യായം പഠിക്കുമ്പോഴേ സെപ്പറേറ്റ് പഠിപ്പിക്കുമ്പോൾ മാത്രമേ മനസ്സിലാക്കുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് പൂർവമീമാംസയെ ആശ്രയിച്ചും കൊണ്ട് ഒരു കാലത്ത് വേദാന്തി നിന്നിരുന്നു. പിന്നെ ഈ നൈയായികന്മാരുടെ വളർച്ചയോടുകൂടി ന്യായയുക്തമായിരിക്കുന്ന വേദാന്തമാണ് പിന്നെ കാണുന്നത്. അതാണ് ഖണ്ഡന ഖണ്ഡകാദ്യം, പിന്നെ ചിത്സുഖി, അദ്വൈത സിദ്ധി, സിദ്ധാന്ത ബിന്ദു. അതിൻ്റെയൊക്കെ ടീക്കയിൽ വരുന്ന സമയത്ത് നമ്മൾ നൈയായികന്റെ ഭാഷാ ശൈലി ഉൾക്കൊണ്ടും കൊണ്ട് വേദാന്തം സിദ്ധിക്കുകയാണ്. ഇങ്ങനെ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? തദപി ബ്രഹ്മജ്ഞാനാംഗം. ഏത്? ഈ പ്രാണാദി ഉപാസന പറയുന്നുണ്ടല്ലോ. ജ്യേഷ്ഠശ്ച ശ്രേഷ്ഠശ്ച ഭവതി സ്വാനാം യോ ഏവം വേദ. ആരാണോ ഈ ജ്യേഷ്ഠനും ശ്രേഷ്ഠനുമായിരിക്കുന്ന പ്രാണനെ ഉപാസിക്കുന്നത്, അവന് മധ്യത്തിൽ, ജ്ഞാതികളുടെ മധ്യത്തിൽ അവൻ ജ്യേഷ്ഠനും ശ്രേഷ്ഠനുമായിരിക്കും എന്നുള്ള ഫലമൊക്കെ പറയുന്നുണ്ട്. അന്നപ്പോഴാണ് പൂർവപക്ഷി പറയുന്നത്, അല്ല, ഈ ഉപാസനയും ഏതിന്റെ അംഗമാണ്? ബ്രഹ്മവിദ്യയുടെ അംഗമാണ്. അപ്പം ഈ ഉപാസനയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ എത്താം? അംഗമായിരിക്കുന്ന ഉപാസനയും അംഗിയായിരിക്കുന്ന ബ്രഹ്മജ്ഞാനവും ചേർന്നാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇതൊറ്റ പ്രകരണമായിട്ട് മനസ്സിലാക്കണം. ടിപ്പണി നോക്കാറ് തദപി ബ്രഹ്മജ്ഞാനാംഗമിതി തഥാച അംഗ അംഗിനോർ ഏകഫലകത്വേന. അംഗവും അംഗിയും ചേർന്നിട്ട് ഒറ്റ ഫലം കൊടുക്കുന്നത് കൊണ്ട് ന തത്ര പ്രകരണ വിഭാഗോ വിവക്ഷിത ഇതി ഭാവഃ. അതുകൊണ്ട് പ്രകരണ വിഭാഗം ഇവിടെ വിവക്ഷ നടത്തിയിട്ടില്ല, അഭിപ്രായപ്പെട്ടിട്ടില്ല. രണ്ടിനും രണ്ട് ഫലമായിരുന്നു എങ്കിൽ പ്രകരണം മാറിപ്പോയനെ. രണ്ടും ചേർന്നിട്ട് ഒറ്റ ഫലമാണ് കൊടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇവിടെ പ്രകരണ ഭേദം ചെയ്യാൻ പാടില്ല. എവിടെ? ഉപാസന, പ്രാണോപാസന പ്രകരണം ഭിന്നമെന്നും ജ്ഞാനപ്രകരണം ഭിന്നമെന്നും കാണാൻ പാടില്ല. കാരണം പ്രാണോപാസനയ്ക്ക് വേറിട്ടൊരു ഫലമില്ല. പ്രാണോപാസനയും ബ്രഹ്മവിദ്യയും ചേർന്നിട്ട് മുക്തി എന്നുള്ള ഫലമാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് പൂർവപക്ഷിയുടെ അഭിപ്രായം ഈ സ്ഥലത്ത്. പക്ഷെ അതിനെ ഖണ്ഡനം നടത്തുകയാണ് സിദ്ധാന്തി. ഇതിനശവാച്യം എന്ന് പറയരുത്. അതെന്താ പറയാൻ പാടില്ലാത്ത? പൃഥക് ഫലശ്രവണാത്. പൃഥക്, ഭിന്നമായിട്ട്, വേറിട്ട് തന്നെ ഉപാസനയ്ക്ക് ഫലം കേൾക്കുന്നുണ്ട്. ഇതെവിടെയാണ്? ടിപ്പണി 7 നോക്കിയേ. പൃഥക് ഫലശ്രവണാദിതി ശ്രൂയദേഹി ജ്യേഷ്ഠശ്ച ശ്രേഷ്ഠശ്ച സ്വാനാം ഭവതി യ ഏവം വേദ. ആരാണോ ജ്യേഷ്ഠത്വ ഗുണവിശിഷ്ട, ശ്രേഷ്ഠത്വ ഗുണവിശിഷ്ട പ്രാണനെ ഉപാസിക്കുന്നത്, അവൻ തൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ, സ്വന്തം ജ്ഞാതികളുടെ ഇടയിൽ ജ്യേഷ്ഠനും ശ്രേഷ്ഠനുമായിരിക്കും, ഉത്കൃഷ്ടനായിരിക്കും. അവന്റെ അഭിപ്രായത്തെ മറ്റുള്ളവർ മാനിക്കും.
ഇതേ നമ്മളൊരു സോഷ്യൽ സെറ്റപ്പിൽ നോക്കിക്കഴിഞ്ഞാല് ഈ രാഷ്ട്രീയക്കാരെ ജനങ്ങൾ മാനിക്കുന്നില്ലേ? മാനിച്ചേ പറ്റത്തുള്ളൂ. അതെന്തുകൊണ്ടങ്ങനെ? അവന്റെ പൂർവ്വ കർമ്മമാണത്. അവരെ നോക്കിക്കോ, അവര് എല്ലാവരെയും കൂടെ വെച്ചും കൊണ്ടാണ് മുന്നേറുന്നത്. അതല്ലാതെ അല്ലെങ്കിൽ എന്ത് പറ്റും? അവസരം കാത്തിരിക്കും, ടൈമിന് പാലം വലിക്കും. ഇതൊക്കെ അറിഞ്ഞും കൊണ്ട് തന്നെയാണ് അതിന്റെ നേതാവ് ഇരിക്കുന്നത്. അപ്പം ആരാണെങ്കിലും ഏത് സ്ഥാനം വഹിക്കുന്നുവോ അതിന്റെ പുണ്യം കൂടെ ഉണ്ടായിരിക്കണം, ഇല്ലാതെ നടക്കത്തൊന്നുമില്ല. അന്ന് രാജ, ഇന്ന് മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, ഒരു കാര്യം, അവര് പൂർവ്വജന്മത്തിൽ ചെയ്തിരിക്കുന്ന നല്ല കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുക. ഇവിടെ ഗോട്ടാലി അടിച്ചു കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിൽ എന്ത് കിട്ടണോ അത് വേറെ തന്നെ വരും. സംഭവം അന്നത്തിന്റെ ഫലം ഇവിടെ കഴിഞ്ഞു. ഇനി ഇവിടെ ചെയ്യുന്നതിന്റെ ഫലം വേറെ കയ്യിൽ വരും. ഇവിടെ എന്താണ് പറയുന്നത്? ഈ ഉപാസനയ്ക്ക് ഫലം വേറെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ജ്ഞാതികളുടെ ഇടയിൽ, സ്വന്തം കൂട്ടുകാരുടെ ഇടയിൽ അവൻ ജ്യേഷ്ഠനും ശ്രേഷ്ഠനുമാവുന്നു എന്നേ ഫലമുള്ളൂ. അല്ലാതെ പ്രാണോപാസന, ഇവിടെ കാണുന്ന പ്രാണോപാസനയ്ക്ക് എന്ത് ഫലമില്ല? മോക്ഷം ഫലമില്ല. ചില പ്രാണോപാസന എന്നുള്ളത് സമഷ്ടി പ്രാണനായിരിക്കുന്ന ഹിരണ്യഗർഭനും ഞാനും ഏകനാണ് എന്നുള്ള ഉപാസന. ഹിരണ്യഗർഭനും അഥവാ ആദിത്യ അന്തർഗതനായിരിക്കുന്ന ആത്മാവും ചാക്ഷുഷ പുരുഷനും ഏകനാണ്, അത് ഞാനാണ്. ഇവിടെ എല്ലാം അഹങ്കാര ഉപാസന സ്ഥലമാണ്, അത് കൂട്ടിച്ചേർത്തോളം. ഉപാസനാ സ്ഥലം പോലും ഉപനിഷത്തിൽ പഠിപ്പിക്കാൻ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഇത് എന്താണ് സംസാരിക്കുന്നത് എന്നുള്ളത്. പല സ്ഥലത്തും സംസാരിക്കുന്നില്ല, പോയി കളയും. അപ്പം അത് അഹങ്കാര ഉപാസന സ്ഥലമാണോ അല്ലയോ എന്നുള്ളത് നിശ്ചയിക്കണം. ഫലം ഹിരണ്യഗർഭനാണെങ്കിൽ പക്ക ഒരു കാര്യം നിശ്ചയിച്ചോ, അത് അഹങ്കാര ഉപാസന സ്ഥലമാണ്. അതെന്തുകൊണ്ടാ? പ്രതികാലംബന ന പ്രതികാലംബന നൈതീതി ബാധരായണ എന്നുള്ള സൂത്രമാണ് അതിന്റെ. പ്രതികാലംബനം ഉപാസന നടത്തുന്നവനെ ഹിരണ്യഗർഭ ലോകത്തിലേക്ക് നയിക്കത്തില്ല. ശാലഗ്രാമത്തിലെ വിഷ്ണുബുദ്ധി, ശാലഗ്രാമം എന്നുള്ളത് ഒരു കല്ലാണ്. ഖണ്ഡകി നദിയിൽ നിന്ന് കിട്ടുന്ന കല്ലാണ് ശാലഗ്രാമം. അതേപോലെ തന്നെ ബാണലിംഗം, ബാണാസുരന്റെ ശരീരമായാണ് ബാണലിംഗമായിട്ട് കണക്കാക്കുന്നത് നർമ്മദയിൽ നിന്ന് കിട്ടുന്ന കല്ല്. ഇതിനെ രണ്ടിനെയും, ബാണലിംഗത്തെ ശൈവ ഉപാസനയ്ക്കും അതേപോലെ ശാലഗ്രാമത്തെ വിഷ്ണു ഉപാസനയ്ക്കും വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ടീക്കേ, അത് പ്രതീകം മാത്രമാണ് കുട്ടികളെ. ആ രണ്ട് കല്ലും ദേവന്മാരായിട്ട് മാറത്തില്ല ഒരിക്കലും. പക്ഷേ നിങ്ങൾ ഈ ഒരു കല്ലെടുത്തിട്ട് ശാലഗ്രാമ ശിലയെടുത്ത് ഏതെങ്കിലും ഒരു പൂജ ചെയ്യുന്നത്, തന്ത്രം ചെയ്യുന്നവന് കൊടുക്കും. കുറച്ച് കഴിഞ്ഞാൽ അവൻ നിങ്ങളോട് പറയും, കൊടുത്ത നിങ്ങളാണെങ്കിൽ അവൻ തിരിച്ച് നിങ്ങളെ പഠിപ്പിക്കും, ഇപ്പോൾ ആ കല്ലിന് ചൈതന്യം വെച്ചിട്ടുണ്ടെന്ന് പറയും. അത് പറയാത്ത ഒരു താന്ത്രികനും കേരളത്തിൽ ഉണ്ടാകുന്നില്ല. കല്ലിന് ചൈതന്യം വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കുക. ഇത് പഴയ പോലെയല്ല, ഇതിന് ശക്തി വെച്ചിട്ടുണ്ട്, ഇറങ്ങി നടക്കാറുണ്ടായിരുന്നു, പിടിച്ച് കെട്ടിയിട്ട് വെക്കണം. എന്ത് ചെയ്യാനാ? ഉദ്ദേശിച്ചത് വേറെ എന്തിനോ ആണ്. പ്രതീക ഉപാസന സ്ഥലത്ത് പ്രതീകമായിട്ട് മാത്രമാണ് ഈ കല്ലിനെ കാണുന്നത്. മനസ്സിന് അതിനും അതിൻ്റെതായ ഫലമുണ്ട്, ഫലം ഇല്ലെന്നല്ല, മനസ്സിലായോ? മനസ്സിന് ഒരു സ്ഥലത്തേക്ക് ഒതുക്കാൻ വേണ്ടിയിട്ട് നടത്തിയതാണ് പ്രതീകം. ആ പ്രതീകമായിരിക്കുന്ന കല്ലിനെ നിങ്ങൾ എന്ത് ചെയ്തു? പ്രാണപ്രതിഷ്ഠ നടത്തി ചേതനനാക്കി, ചേതനിൽ നിന്ന് ഐശ്വര്യം വഴിഞ്ഞൊഴുകി അത് ശരീരത്തിൽ കയറാൻ ഷർട്ട് അഴിച്ചേ കയറാൻ പാടുള്ളൂ. സ്ത്രീകൾക്ക് എന്താ ബ്ലൗസ് വെച്ച് കയറാൻ പാടില്ലായിരുന്നു? അങ്ങനെയൊന്നും പറയാൻ പാടില്ല. നിന്നെ പിടിച്ച പാകിസ്ഥാനിലായിരിക്കും ഓടും. കേരളം വിട്ടു കഴിഞ്ഞാൽ ഷർട്ട് ഇട്ടല്ലേ ആൾക്കാർ കയറുന്നത്. സിദ്ധാന്തപുര സ്വാമികൾ 2 വർഷം മുന്നേ ഈ സാധനം പറഞ്ഞ സമയത്ത്, ഈ ഒരു കാര്യം അവതരിപ്പിച്ചപ്പോൾ ആരാ എതിർത്തത്? നിങ്ങൾ തന്നെയാ എതിർത്തത് തന്നെ. അത് ആരായി എതിർത്തുണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവോ? മതസ്ഥനായിരിക്കുന്ന കഴുത. എടാ, ഒന്ന് കേരളത്തിന് വെളിയിലൊന്ന് പോയി നോക്ക് എന്താ സംഭവിക്കുന്നത്. അവനെ മനുഷ്യന്ന് പറയാൻ പാടില്ല. മനുഷ്യരൂപേണ മൃഗാചരന്തി എന്ന് പറയാറില്ലേ? മനുഷ്യരൂപത്തിൽ ചരിക്കുന്ന മൃഗങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് പറഞ്ഞാൽ തലേ കയറൊന്നുമില്ല. അവനന്നേരം തുടങ്ങും, എന്ത് സ്വാമി ഞങ്ങളുടെ മതത്തിനെയാണ് തൊട്ടുകളി. പിന്നെ എന്റെ അപ്പനാളല്ലേ മതം ഉണ്ടാക്കിയത്, തൊട്ടുകളിക്കുക. അവൻ പറയാണ് എന്താണ്? പൃഥക് ഫലശ്രവണ. അത് ഉപാസനയ്ക്ക് വേറെ തന്നെ ഫലം ഉള്ളത് കൊണ്ട്, ഉപാസനയുടെ ഫലം വേറെ, ബ്രഹ്മവിദ്യയുടെ ഫലം വേറെ, രണ്ടും ഭിന്ന ഭിന്ന ഫലത്തോടു കൂടിയതിനാൽ ഇവ രണ്ടും ചേർന്നിട്ട് ഒരു ഫലമായിട്ട് പ്രകരണം ഏകമെന്ന് പറയാൻ പാടില്ല.
മനസ്സിലായോ? പ്രകരണം ഏകമാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? രണ്ടും കൂടി ചേർന്നിട്ട് ഒരു ഫലം കൊടുക്കും. രണ്ടിനും രണ്ട് ഫലമാണെങ്കിൽ അവിടെ പ്രകരണം ഒന്നല്ല. നമ്മൾ പറഞ്ഞു വന്നതിൽ ഒരു കാര്യവും കൂടി അത് കൂട്ടിച്ചേർക്കുക. അതായത് അംഗത്തിലെ ഫലം പറഞ്ഞാൽ അർത്ഥവാദം മാത്രമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മാണ്ഡൂക്യ ഉപനിഷത്തിന്റെ ഉപാസനാ പദ്ധതി അവതരിപ്പിക്കുമ്പോൾ ഓരോരോ പാദോപാസനയ്ക്കും ഫലം പറഞ്ഞിട്ടുണ്ട്. ആ പാദോപാസനയുടെ ഫലം ഗൗണമായി പോകും, കാരണം അത് അംഗമാണ്. ഓക്കെ, ഇത് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാന്നോ? ചിലര് ബ്രഹ്മവിദ്യ പഠിപ്പിച്ചു തരാൻ പറഞ്ഞ് വിളിക്കും. എന്നിട്ട് എന്താണ് സാധനം? ഈ അംഗോപാസന ഉണ്ടല്ലോ, ഇത് പഠിപ്പിച്ചു കൊടുക്കും. ഇത് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ലത്. അതാണ് സിദ്ധാന്തം, അങ്ങനെയാണ്. അംഗേ ഫലസ്ഥിരത അർത്ഥവാദസ്യ, അർത്ഥവാദം മാത്രമാണ്. അർത്ഥവാദം എന്തിനാ? മുഖ്യമായിരിക്കുന്ന ഫലം ഏതാണോ തത്സംബന്ധിയായിരിക്കുന്ന ഉപാസനയിൽ രുചി വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്തിരിക്കുകയാണ്. പലപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പലരും ശ്രദ്ധിക്കാറില്ല. ഈ ഇതിനെ ഉപാസനയായിട്ട് പഠിപ്പിച്ച ആൾക്കാർ ചില്ലറക്കാരും അല്ല. എല്ലാം തലയിൽ കയറ്റി വെച്ച് എപ്പം വേണേ ചോദിച്ചാൽ മാല പോലെ പറയാൻ പറ്റുന്ന ആൾക്കാർ തന്നെയാണ് അവർ. ഇനി ഇവിടുത്തെ പ്രസംഗം നോക്കിയോ. ഇനി പ്രശ്നം എന്താന്നുള്ളതാണ്. അടുത്ത സ്റ്റെപ്പിലേക്ക് മാറുകയാണ്. തേനാവി വ്യാകൃത അവ്യാകൃത ഉപാസന സമുച്ചയ വിധാനസ്യ പ്രകരണ ഭേദനൈവ ഇഷ്ടത്വാത്. തേനാവി എന്ന് പറയുന്ന ഭാസ്കരൻ പോലും വ്യാകൃത അവ്യാകൃത ഉപാസനയുടെ സമുച്ചയം മാനിക്കുന്നില്ല. പിന്നെ എവിടെയാ സമുച്ചയം മാനിക്കുന്നത്? ഉപാസനയും കർമ്മവും തമ്മിലുള്ള സമുച്ചയമേ മാനിക്കുന്നുള്ളൂ. അല്ലാതെ നിങ്ങൾ കുറച്ചു കഴിഞ്ഞാലേ വ്യാകൃത അവ്യാകൃത ഉപാസന രണ്ടെണ്ണം കാണാം. അവ തമ്മിൽ ഏകമാണെന്നുള്ള അഭിപ്രായം ആർക്കില്ല? പ്രഭാകരന് പോലും ഇല്ല. അപ്പോൾ വ്യാകൃത ഉപാസന പ്രകടനം വേറെ, അവ്യാകൃത ഉപാസന പ്രകടനം വേറെ എന്നുള്ളതാണോ പ്രഭാകരന്റെ സമ്മതം? അതെ. എന്ന് പറഞ്ഞാൽ ഫലം ഭിന്നമായതുകൊണ്ട് വ്യാകൃത ഉപാസനയുടെ ഫലവും അവ്യാകൃത ഉപാസനയുടെ വ്യാകൃത ഉപാസനയ്ക്കും അവ്യാകൃത ഉപാസനയ്ക്കും ചേർന്നിട്ട് എന്തില്ല? ഒറ്റ പ്രകരണം എന്നുള്ള സ്ഥിതി വരത്തില്ല. രണ്ടായി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജ്ഞാനത്തിന്റെ ഫലം വേറെ, ഉപാസനയുടെ ഫലം വേറെ എന്നുള്ളത് കൊണ്ട് പോലും ഇവയുടെ സമുച്ചയം നടത്താൻ പാടില്ലായിരുന്നു. ഇതാണ് ഉദ്ദേശിച്ചത്. തേനാപി ഭാസ്കരേണാപി വ്യാകൃത അവ്യാകൃത ഉപാസന വിധാനസ്യ പ്രകരണ ഭേദനൈവ ഇഷ്ടത്വാത്. അത് രണ്ട് പ്രകരണമായിട്ടാണ് ഭാസ്കരൻ പോലും കണക്കാക്കുന്നത്. ഇതിന്റെ 9-10 ടിപ്പണികൾ നോക്കിയേ. 8-ൽ പറഞ്ഞു തേനാന്ന് പറഞ്ഞ ഭാസ്കരേണ എന്നർത്ഥം. ഭാസ്കരേണാപി ജ്ഞാനകർമ്മ സമുച്ചയ പ്രകരണാത്. ജ്ഞാനകർമ്മ സമുച്ചയം ഒരു പ്രകരണമാണ്, പക്ഷെ അതിൽ നിന്ന് ഭിന്നമാണ് കേവല ഉപാസ്തി സമുച്ചയ പ്രകരണം ഭിന്നമേവേശ്യതൈത്യാഹ. കേവല ഉപാസ്തി പ്രകരണം ഭിന്നമാകുന്നു. ഏതിനേക്കാൾ? ജ്ഞാനകർമ്മ സമുച്ചയത്തെക്കാൾ. എന്ന് പറയല് ജ്ഞാനം ബ്രഹ്മവിദ്യ, കർമ്മം സാമാന്യ കർമ്മം. ഇതിന്റെ സമുച്ചയ പ്രകരണത്തിൽ നിന്ന് ജ്ഞാനകർമ്മ സമുച്ചയ പ്രകരണത്തെക്കാൾ കേവല ഉപാസ്തി സമുച്ചയ പ്രകരണം ഭിന്നമേവേശ്യതേ. കേവല ഉപാസ്തി, ആ ഉപാസനകളുടെ സമുച്ചയം വരുമ്പോൾ പോലും ഭിന്ന പ്രകരണമാണ്. കേവല ഉപാസ സമുച്ചയ പ്രകരണം ഭിന്നമേവേശ്യത. അതായത് ആപത്തി എങ്ങനെയാ വരുന്നത്? എല്ലാം ചേർന്നിട്ട്, ഇന്നലത്തെ അവസാന ഭാഗമായിരുന്നു സർവാഭിപനിഷത്ത് ഏകം ബ്രഹ്മവിദ്യ പ്രകരണം എന്ന് പറഞ്ഞാല് ഇവിടെ ഇരിക്കുന്ന ഉപാസനയും അതൊരു കർമ്മമായിട്ട് കണക്കാക്കാം, ബ്രഹ്മവിദ്യയും ചേർന്നിട്ട് ഒറ്റ പ്രകരണമാണ്. പക്ഷേ വ്യാകൃത അവ്യാകൃത ഉപാസനകൾ ചേർന്നിട്ട് ഒറ്റ പ്രകരണമല്ല. ഇതാണ് ഉദ്ദേശിച്ചത്. ഭാസ്കരേണാപി ജ്ഞാനകർമ്മ സമുച്ചയ പ്രകരണത്തെ അപേക്ഷിച്ചിട്ട് കേവല ഉപാസ്യ സമുച്ചയ പ്രകരണം ഭിന്നം. കേവല ഉപാസന സമുച്ചയം ഭിന്നമാണ്, ജ്ഞാനകർമ്മ സമുച്ചയം ഭിന്നമാണ്. രണ്ടും രണ്ട് പ്രകരണമാണ്. ഇവിടെ കേട്ടാൽ പ്രശ്നം എന്താ പറഞ്ഞാല് കേവല ഉപാസ്തി എന്നുള്ളത് വ്യാകൃത അവ്യാകൃത ഉപാസന എന്ന് തോന്നിപ്പോകും. അങ്ങനെയല്ല. ഓക്കെ, വ്യാകൃത അവ്യാകൃത ഉപാസനകൾക്ക് തമ്മിൽ സമുച്ചയം കിട്ടത്തില്ല. ഇനി 10 ടിപ്പണി നോക്കിയോ. വ്യാകൃത ഇത്യാദി അന്ധം തമപ്രവിശന്തി ഏ സംഭൂതി ഉപാസതേ ഇത്യാദി ഭക്ഷ്യമാണേന. അത് നിങ്ങൾക്ക് മുന്നിൽ മുന്നോട്ട് കാണാം. ആരാണോ അസംഭൂതിയെ ഉപാസന നടത്തുന്നത് അവൻ
അന്ധകാരമായിരിക്കും തമസിനെ പ്രാപിക്കുന്നു. അതേപോലെ തന്നെ യോ സംഭൂതി ഉപാസതേ, സംഭൂതി ഉപാസന നടത്തുന്നവൻ അതിനേക്കാൾ ഭയാനകമായിരിക്കും തമസിനെ പ്രാപിക്കുന്നു എന്ന് രണ്ട് ഫലം പറയുന്നുണ്ട്. അവിടെ രണ്ട് ഉപാസനയും ഭിന്ന ഭിന്നമാണ്. തേനാപി ഇവിടെ ടിപ്പണിയിലെ പ്രസംഗവും ടീക്കയായിട്ട് കുറച്ച് വ്യത്യാസപ്പെട്ടു പോകുന്നു. ജ്ഞാനകർമ്മ സമുച്ചയം വേറെ, ഉപാസന വ്യാകൃത അഭ്യാകൃത ഉപാസന പോലും വ്യാകൃത അഭ്യാകൃത ഉപാസന സമുച്ചയ വിധാനസ്യ അതെ, ചെറിയൊരു ഭേദം വരുന്നുണ്ട്. വ്യാകൃത അഭ്യാകൃത ഉപാസന ശരിയാണ്, സമുച്ചയമാണ് വേണ്ടത്, അങ്ങനെയാണ് വരുന്നത്. അല്ലാതെ വ്യാകൃത അഭ്യാകൃതങ്ങൾ ഒന്നിച്ചല്ല എന്നല്ല, ഒന്നിച്ചാണ്. വ്യാകൃത ഉപാസന അഭ്യാകൃത ഉപാസന. വ്യാകൃതം എന്നുള്ളത് ഹിരണ്യഗർഭൻ, അഭ്യാകൃതം മായ. അതായത് നിങ്ങൾക്ക് അടുത്തതിൽ അന്തന്തമ പ്രവിശന്തി യോ അവിദ്യാമുപാസതേ ഒന്ന്, അടുത്ത മന്ത്രം വന്നിട്ട് അന്തന്തമ പ്രവിശന്തി ഏ അസംഭൂതി ഉപാസതേ 12ാമത്തെ മന്ത്രമാണ്. 9ാം മന്ത്രം 12ാം മന്ത്രം. ഇവിടെ ഒന്ന് ആരാണോ അവിദ്യാമുപാസതേ എന്നും പറഞ്ഞ് വ്യാകൃത ഉപാസനയും യോ അസംഭൂതി ഉപാസതേ എന്ന് പറഞ്ഞ് അവ്യാകൃത ഉപാസനയും വിധാനം നടത്തിയിട്ടുണ്ട്. ഇത് ശരിയാണ്, ഇവ രണ്ടും കൂടി സമുച്ചയമാണ് ചെയ്യേണ്ടത്. പക്ഷെ ഈ രണ്ട് സമുച്ചയങ്ങളും അതേപോലെ ബ്രഹ്മവിദ്യയും കർമ്മവും തമ്മിൽ സമുച്ചയവും തമ്മിൽ ഭിന്ന പ്രകരണമായിട്ടാണ് ഭാസ്കരൻ കാണുന്നത്. ഇതാണ് പ്രസംഗമേ. തേനാബി എന്ന് പറഞ്ഞ ഭാസ്കരനാബി, അപ്പൊ കറക്റ്റ് ആണ്. ടീക്കയില് നമ്മുടെ മിസ്റ്റേക്ക് ആയിരുന്നു. ടീക്കയും ടിപ്പണിയും എന്താ പറയുന്നത്, ഭാസ്കരനാൽ പോലും വ്യാകൃത അഭ്യാകൃത ഉപാസന സമുച്ചയ വിധാനസ്യ, വ്യാകൃത ഉപാസന അവ്യാകൃത ഉപാസന എന്ന് പറഞ്ഞാൽ ഹിരണ്യഗർഭോപാസന പ്രകൃതി ഉപാസന രണ്ടെണ്ണമായി മാറും. പ്രകൃതി ഉപാസകൻ പ്രകൃതിയിൽ ലീനമാവും, ഹിരണ്യഗർഭോപാസകൻ ഹിരണ്യഗർഭനിൽ എത്തിച്ചേരും. ഇങ്ങനെയാണ് ഫലം. ഇവിടെ രണ്ട് ഉപാസനയുടെ സമുച്ചയം ഈ ശാസ്ത്രത്തിൽ വിധാനം നടത്തുന്നുണ്ട്, അത് ശരിയാണ്. ഇതിനെ പ്രഭാകരണം മാനിക്കുന്നുണ്ട്. പക്ഷെ പ്രസംഗം എന്താണ്, ഈ ഒരു ഉപാസനയ്ക്കും കർമ്മസമുച്ചിത ജ്ഞാനവും തമ്മിൽ ഏകമായിരിക്കുന്ന പ്രകരണമല്ല. ഇതാണ് പ്രസംഗം. തേനാഭി അഭാസ്കരനാൽ പോലും വ്യാകൃത അവ്യാകൃത സമുച്ചയ വിധാനം നടത്തുന്നുണ്ട്. വ്യാകൃത ഉപാസനയും അവ്യാകൃത ഉപാസനയും കൂടി ചേർന്നിട്ട് ഒരാൾ തന്നെ രണ്ടും ചെയ്യണമെന്നാണ് ശാസ്ത്രം വിധിക്കുന്നത്. അത് പ്രകരണ ഭേദന ഇഷ്ടത്വാദ്. ഏത് പ്രകരണത്തെക്കാൾ? ടിപ്പണി 11 നോക്കിയേ. പ്രകരണ ഭേദനൈവ ജ്ഞാന കർമ്മ സമുച്ചയ പ്രകരണാൽ ഭിന്ന പ്രകരണേനൈവ. ജ്ഞാന കർമ്മ സമുച്ചയ പ്രകരണം വേറെ, ഉപാസനാ സമുച്ചയ പ്രകരണം വേറെ. ഇങ്ങനെ ആര് മാനിക്കുന്നുണ്ട്? ഭാസ്കരൻ മാനിക്കുന്നുണ്ട്. അന്നപ്പോ എന്ത് പറ്റും? മൊത്തത്തിൽ എടുത്തിട്ട് ഒറ്റ പ്രകരണം എന്നുള്ളത് ഈ ഭാസ്കരന് പോലും സമ്മതമല്ല. ഇവിടെ കിട്ടിയോ? ഈ ഉപനിഷത്തില് എന്തൊക്കെ വരുന്നുണ്ട്? 2ാമത്തെ മന്ത്രത്തിലൂടെ കർമ്മത്തെ പറഞ്ഞു, ശരിയാണ്. 1ാം മന്ത്രത്തിലൂടെ ജ്ഞാനത്തെ പറഞ്ഞു. ഇങ്ങനെ ഇരിക്കുന്ന ജ്ഞാനവും കർമ്മവും തമ്മിൽ സമുച്ചയം എന്നുള്ളത് പൂർവമീമാംസയിലെ പ്രഭാകരന് സിദ്ധമാണ് എന്ന് കരുതിയിട്ട് സിദ്ധാന്തി പറയാണ്, ഈ ഉപാസന പ്രകരണത്തെയും കൊണ്ടുവച്ചിട്ട് ജ്ഞാനപ്രകരണമായിട്ട് ചേർത്തിട്ട് ഒറ്റ പ്രകരണമായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാൻ പറ്റത്തില്ല. കാരണം ജ്ഞാനകർമ്മ സമുച്ചയ പ്രകരണത്തിൽ നിന്ന് ഉപാസന സമുച്ചയ പ്രകരണം ഭിന്നം എന്ന് തന്നെയാണ് ഭാസ്കരൻ പോലും മാനിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് മൊത്തത്തിൽ എടുത്തിട്ട് ഒറ്റ ബ്രഹ്മവിദ്യാ പ്രകരണം എന്ന് പറയാൻ പറ്റുക? ഓക്കെ, പ്രകരണ ഭേദനയിൽ ഇഷ്ടത്വാദ്. അടുത്ത പ്രസംഗമാണ് വ്യാകൃത അഭ്യാകൃത ഉപാസനസ്യ പ്രകാരാന്തരത്വാദ്. വ്യാകൃത അഭ്യാകൃത ഉപാസന എന്നുള്ളത് ജ്ഞാനപ്രകരണത്തിൽ നിന്നും ഭിന്നപ്രകരണമാണിത്. പ്രകാരാന്തരത്വാദ് 13ാം നമ്പർ ടിപ്പണി നോക്കിയേ. പ്രകാരാന്തരത്വാദിതി ജ്ഞാനാപേക്ഷയ ഉപാസന വിലക്ഷണ സ്വരൂപത്വാദ്. ഇതാണ് ഉദ്ദേശിച്ചത്. വ്യാകൃതാഭ്യാകൃത ഉപാസന എന്നുള്ളത് പ്രകാരാന്തരമാണ്. ഏതിനേക്കാൾ? ജ്ഞാനകർമ്മ സമുച്ചയത്തെ. ജ്ഞാനാപേക്ഷയാണ്, ജ്ഞാനം എന്ന് മതി. ജ്ഞാനത്തെ അപേക്ഷിച്ചിട്ട് പ്രകാരാന്തരം എന്നുള്ളതിന് ടിപ്പണികാരൻ അർത്ഥം ചെയ്തത് വിലക്ഷണമാണെന്ന്. അപ്പോൾ വ്യാകൃത ഉപാസന അഭ്യാകൃത ഉപാസന രണ്ട് ഉപാസനയാണ്. അതിനെ അപേക്ഷിച്ചിട്ട്
പ്രകാരാന്തരത്വാത്. ഏത് ജ്ഞാനപ്രകരണം എന്നുള്ളത് അല്ലെങ്കിൽ ജ്ഞാനം എന്നുള്ളത് ഉപാസനയെ അപേക്ഷിച്ചിട്ട് വിലക്ഷണമാണ്. വിലക്ഷണമായതുകൊണ്ട് തന്നെ ഈ ഉപാസനയെയും ജ്ഞാനത്തെയും ഒന്നിച്ചെടുത്തിട്ട് ഒരു ഫലമായിട്ട് കാണാനും പറ്റത്തില്ല, ഒരു ഫലത്തെ കാണിച്ചും കൊണ്ട് ഏക പ്രകരണമാണെന്ന് പറയാനും പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ട് രണ്ട് ഘട്ടമായിട്ടാണ്. പ്രകരണ ഭേദന ഇഷ്ടത്വാത്, അത് ഒരു പ്രസംഗം കഴിഞ്ഞു. തേനാവി പ്രകരണ ഭേദന ഇഷ്ടത്വാത്, അതൊരു പ്രസംഗം കഴിഞ്ഞു. ഇനി അടുത്ത പ്രസംഗമാണ് വെച്ചത്. വ്യാകൃതാഭ്യാകൃത ഉപാസന ജ്ഞാനത്തെ അപേക്ഷിച്ചിട്ട് വിലക്ഷണമാണ്. കാരണം ജ്ഞാനത്തിന്റെ ഫലം അജ്ഞാന നാശം വഴി മുക്തിയാണ്. വ്യാകൃതാഭ്യാകൃത ഉപാസനയുടെ ഫലം രണ്ടും കൂടി ഒന്നിച്ച് ചെയ്താൽ എന്ത് കിട്ടും? ഫലം ഹിരണ്യഗർഭ പ്രാപ്തി ഫലമായിട്ട് പറയും. അതുകൊണ്ട് എന്ത് പറ്റി? വ്യാകൃതാഭ്യാകൃത ഉപാസന വിലക്ഷണമായതുകൊണ്ട് തന്നെ വ്യാകൃതാഭ്യാകൃത ഉപാസനയ്ക്കും ബ്രഹ്മവിദ്യയ്ക്കും തമ്മിൽ ഏകത്വം പറയാൻ പറ്റത്തില്ല. ഇത് ദൃഷ്ടാന്തം കാണിച്ചു തരാം. തസ്മാതി യഥാ കർമ്മകാണ്ഡേ അഗ്നിഹോത്രാദി പ്രകരണം ഭിന്നമേവേശ്യതേ ഭിന്നാധികാരിത്വ തത്തത് കർമ്മണ. കർമ്മകാണ്ഡത്തിൽ പോലും അഗ്നിഹോത്രേണ ജുഹ്യാത്, അവിടെ ദർശപൂർണമാസാഭ്യം എന്ന അടുത്ത പ്രസംഗം വരും. അപ്പൊ ദർശപൂർണമാസാദി യാഗം വേറെയാണ്, കാരീര്യ യാഗം വേറെയാണ്, ജ്യോതിഷ്ഠോമം ഇങ്ങനെയുള്ള കർമ്മങ്ങൾ തന്നെ അധികാരിയുടെ ഭേദത്തിനനുസരിച്ച് ഭിന്ന ഭിന്നമാണെന്ന് മാനിക്കുന്നത്. ഭിന്ന അധികാരത്വ, അധികാരിയിലിരിക്കുന്ന അധികാരം എന്തായിരിക്കും? അതിന്റെ ഇച്ഛാകാമാദികൾ. ടീക്കേ, അത് ഭിന്നമായതുകൊണ്ട് തന്നെ കർമ്മകാണ്ഡത്തിൽ പോലും കർമ്മം ഭിന്ന ഭിന്നമാണ്. തഥാ അതേപോലെ ഉപനിഷത്വതി ഭിന്ന അധികാരത്വാത്, ഉപനിഷത്തിലും അധികാരി ഭിന്നമാണ് പോലും. മനസ്സിലായോ? അതായത് ഉപനിഷത്തിൽ രണ്ട് വിധ അധികാരിയുണ്ട്. ഒന്ന് ഉപാസനയുടെ അധികാരിയുണ്ട്. ഉപാസന എവിടെ വരുന്നതാ? ഉപനിഷത്തിൽ വരുന്ന ഭാഗമാണ്. കർമ്മകാണ്ഡം വേറെ തന്നെ ഓടും. ഉപാസനയും ജ്ഞാനകാണ്ഡവും ഉപനിഷത്തിൽ വരും. ഇതെന്തിനാ ഇങ്ങനെ ഉപാസനയെ ജ്ഞാനകാണ്ഡമായിട്ട് കൂട്ടിച്ചേർത്തത്? ഇവിടെയാണ് പലർക്കും വല്ലാത്തൊരു പ്രശ്നം നേരിടുന്നത്. അതായത് മക്കളെ ഉപാസന നടത്തി ബ്രഹ്മത്തിലെത്താം എന്ന് തോന്നിപ്പോകാൻ കാരണം ഉപാസന ഈ ബ്രഹ്മകാണ്ഡത്തിൽ, അതായത് ഉപനിഷത്തിൽ പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. ഇത് പറയാൻ കാരണം ഈ ഉപാസനയുടെ ഫലം ഇവിടെ കാണുന്ന ഉപാസന, അല്ലാതെ ലോകത്തിലെ ഉപാസന ഇവിടെ പറയത്തില്ല കേട്ടോ. നിങ്ങളുടെ ഗണപതി ഉപാസന, ദേവി ഉപാസന ഒക്കെ എവിടുന്ന് മുതൽക്കാ പഠിപ്പിക്കുന്നേ? ബാല അല്ലേ? അവിടുന്ന് മുതൽക്കുള്ള പരിപാടിയൊന്നും ഇവിടെ കാണത്തില്ല. ഇവിടുത്തെ ഉപാസന എന്നുള്ളത് ഹിരണ്യഗർഭ ലോകത്തെത്തിച്ചേരാനുള്ള ഉപാസനയാണ്, അല്ലാതെ വേറൊരു ഉപാസന ഇവിടെ ഇല്ല. പഞ്ചാഗ്നി വിദ്യ പോലും ഹിരണ്യഗർഭ ലോകത്ത് എത്തിച്ചേരും, അങ്ങനെ ഫലം എന്നുള്ളത്. അല്ലാതെ സാമാന്യ ഉപാസന ഒന്നും ഇവിടെ എടുക്കത്തില്ല. അത് അപ്പൊ ഹിരണ്യഗർഭ ലോകത്ത് എത്തിച്ചേർന്ന എന്താ ഗുണം? അവിടുന്ന് പഞ്ചാഗ്നി വിദ്യാവാൻ അല്ലാത്തവര് എന്ന് പറഞ്ഞാല് അഹങ്കാര ഉപാസകന്മാര് ആ ഹിരണ്യഗർഭ ലോകത്ത് എത്തിയാല് ആ ഹിരണ്യഗർഭനിൽ നിന്ന് ഉപദേശം കിട്ടിയിട്ട് മുക്തി നേടും എന്നുള്ളത് കൊണ്ട് മുക്തിക്ക് അനുകൂലമാണ് ഈ ഉപാസന എന്നുള്ളതിനാലാണ് ഈ ഉപാസന പദ്ധതി എവിടെ വെച്ചത്? ഉപനിഷത്തിൽ വെച്ചത്. മനസ്സിലായോ? അപ്പോൾ ഉപനിഷത്തിലെ ഉപാസന പദ്ധതി എന്തിനാ? ക്രമമുക്തിക്കുള്ളതാണ്. എന്നാൽ എല്ലാ ഉപാസനയും ക്രമമുക്തിക്കാണോ ഉപനിഷത്തിലുള്ളത് വെച്ച് കഴിഞ്ഞാൽ അതും അല്ല. 3 വിധത്തില് ഉപാസനയ്ക്ക് ഫലം പറയുന്നുണ്ട്. കർമ്മ അവബദ്ധ ഉപാസനയാണെങ്കിൽ അത് കർമ്മത്തിന്റെ ഫലം കൂടുതൽ കൊടുക്കും. അതുകൊണ്ട് കർമ്മ അവബദ്ധ ഉപാസന എന്നുള്ളത് ഒരു ഉപാസനയായി മാറും, അത് ഫലം കൂടുതൽ കൊടുക്കും. പിന്നെ എന്താണ്? ക്രമമുക്തിക്കായിട്ടുള്ള ഉപാസനയുണ്ട്. പിന്നെന്താ? അഭ്യുദയാർത്ഥ, അതാണ് പഞ്ചാഗ്നി വിദ്യ വഴി മുക്തി കിട്ടത്തില്ല, പക്ഷെ ഹിരണ്യഗർഭ ലോകം വരെ എത്താം. ഇങ്ങനെ ഫലത്തിനനുസരിച്ച് നമ്മൾക്ക് ഉപാസനയെ 3 ആക്കാം. അല്ലെങ്കിൽ ഉപാസന ത്രൈവിദ്യ എങ്ങനെ വരും? ഒന്ന് പ്രതീകോപാസന, രണ്ടാമത്തത് സമ്പദുപാസന. സമ്പദുപാസന ചിലപ്പോൾ അഹങ്കാര ഉപാസനയാവാം, അല്ലാതെ ആവാം. ഇങ്ങനെ 3 എണ്ണം വരും. വിഭാഗം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ നമുക്ക് ഇനി ബ്രഹ്മസൂത്രം വരില്ലേ, ഒക്കെ ഇവിടെ കാണാം. 100-200 പേജിന്റെ ഇടയിലാകുമ്പോഴേക്ക് ഇതെല്ലാം സംസാരിക്കും. 150 പേജിന്റെ ഇടയിൽ തന്നെ നമുക്ക് സംസാരിക്കും. അതുകൊണ്ട് അത് പറ്റി ഭിന്ന അധികാരി ആയതിനാൽ തഥാ ഉപനിഷത്തുക്കളിൽ പോലും ഭിന്ന അധികാരം, കാമന ഭിന്ന, അതായത് അർത്ഥിത്വം, കാമന ഇത്യാദികളൊക്കെ അധികാര ചിഹ്നങ്ങൾ ഭിന്നമായതുകൊണ്ട് കർമ്മ അവിരുദ്ധ തദ് വിരുദ്ധ
വിദ്യാതാത്വ പ്രകരണ ഭേദോ ന വിരുദ്ധതേ. കർമ്മ അവിരുദ്ധമാണെന്ത്? ഉപാസന. കർമ്മ വിരുദ്ധമാണ് ആര്? ജ്ഞാനം. ഇതിന്റെ 14 നമ്പർ ടിപ്പൺ നോക്കി. കർമ്മ അവിരുദ്ധ ഇത്യാദി. കർമ്മ അവിരുദ്ധ അവിദ്യ. കർമ്മ അവിരുദ്ധമായിരിക്കുന്ന അവിദ്യ എന്നുള്ളത് ഉപാസ്തി. ഉപാസിനർ ഉപാസനം. ഒന്ന് കോമേട്ടോ. തദ് വിരുദ്ധാത് വിദ്യ ബ്രഹ്മജ്ഞാനം. കർമ്മ വിരുദ്ധമാണ് ബ്രഹ്മജ്ഞാനം. കാരണം ബ്രഹ്മജ്ഞാനത്തോടു കൂടി കർത്തൃത്വം നഷ്ടപ്പെട്ടാൽ പിന്നെ കർമ്മം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ കർമ്മവും ഉപാസനയും ഒന്നിച്ചു നടക്കും. കാരണം രണ്ടും അജ്ഞാനിക്ക് പറഞ്ഞതാണ്. അജ്ഞനും കാമിയുമായിരിക്കുന്ന വ്യക്തിയായിരിക്കും കർമ്മം ചെയ്യുന്നത്. അവൻ തന്നെയായിരിക്കും ഉപാസനയും ചെയ്യുന്നത്. മനസ്സിലായിരുന്നു? അപ്പൊ അതാണ് പ്രസംഗം വരുന്നത്. നിങ്ങൾ ഉപാസന, നിങ്ങൾ നല്ലട്ടോ, ഞാൻ ഈ സാമാന്യ ജനത്തിനോട് ഈ ഉപാസനയും ഒക്കെ പിടിച്ച് വരുന്നവരോടാണ് ചോദിക്കുന്നത്. അജ്ഞനും കാമിയുമായിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടിയാണ് ഉപാസന പറഞ്ഞിരിക്കുന്നത്. ശാസ്ത്രബോധമുള്ളവനെ സംബന്ധിച്ച് ഉപാസന പറഞ്ഞിട്ടില്ല. ഇതാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറാൻ പോകുന്നത്. സ്റ്റെപ്പായിട്ട് കയറി അടിയാണ്. ഉപാസനയുടെ മണ്ടയ്ക്കടിക്കൽ ഭാഗമാണ് ഇപ്പൊ വരാൻ പോകുന്നത്. ഉപാസന ചെയ്തോ വേണ്ടെന്ന് പറയത്തില്ല. പക്ഷേ ഉപാസന നിങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ വഴികാട്ടുമെന്നേ ഉള്ളൂ. അല്ലാതെ പരമാത്മ പ്രാപ്തിക്കായിട്ട് ഉപാസന ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരു ഉപാസന ഇല്ല. പിന്നെ എങ്ങനെയാണ് ഗുരുമധ്യത്തിലും തലയോട്ടിയിലും ശാസ്ത്രാരത്തിലും പരമാത്മാവിനെ കണ്ട് കുണ്ടലിനിയെ പൊക്കിയെടുത്ത് കൊളുത്തിട്ടിട്ട്. കുണ്ടലിനി എന്നുള്ളത് 3 വളയത്തിലിരിക്കുന്ന ഒരു പാമ്പാണ്. അതിനെ കയറ്റാൻ പറ്റിയില്ലെങ്കിൽ ഒരു കൊളുത്ത് വാങ്ങിക്കുക. അതിന് ഒരു കയറും കെട്ടിയിട്ട് എലിയെ കെട്ടിത്തുക. എന്നിട്ട് സഹസ്രാരം വഴി താഴെ കിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഈ പാമ്പ് ചാടി ആ എലിയെ കടിക്കും. കഴി വിട്ടിട്ടില്ല എങ്കിൽ ആ കയറ് പൊക്കിയാൽ പാമ്പ് തലയോട്ടിലെത്തും. ഇങ്ങനെയും വേണമെങ്കിൽ ആ ഉപാസനയെ വ്യാഖ്യാനിക്കാം. ഓക്കെ. പറ്റുന്ന ആൾക്കാർ ഉപാസന ചെയ്യുക, ഇല്ലാത്ത ആൾക്കാർ കുറച്ച് കർമ്മമൊക്കെ ഇങ്ങനെ എലിയെ പിടിച്ച് പാമ്പിനെ കാണിച്ചിട്ട് പാമ്പ് മണത്ത് എലിയെ പിടിക്കാൻ പൊക്കെ തട്ടാം. ഉപാസനയല്ലേ? എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല? നിങ്ങളുടെ ഉപാസന നിങ്ങൾ വിധിച്ചതാണെങ്കിൽ ഇത് ഞങ്ങളുടെ ഉപാസനയാണെന്ന്. അപ്പൊ ഇനി ഈ എലിയെ കിട്ടിയില്ലെങ്കിൽ എലിയെ സങ്കല്പിക്കുക. ഒരു കണക്കിനും ഈ പാമ്പ് തലയോട്ടിലേക്ക് പോകത്തില്ലെന്ന് കരുതുക. അന്നപ്പോൾ മനസ്സുകൊണ്ട് ഒരു എലിയെ സങ്കല്പിച്ചിട്ട് എലിയെ ഒരു കൊളുത്തിലിടുന്നതായിട്ടും അതിനെ മൂലാധാരത്തിലേക്ക് ഇറക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ഇത് കണ്ട് ആ പാമ്പ് എലിയെ പിടിക്കാനായിട്ട് മെല്ലെ മെല്ലെ മുകളിലേക്ക് കയറി സഹസ്രാരത്തിലെത്തി അവൻ പരമാത്മ ബോധം അടയുന്നു എന്ന് സങ്കല്പിച്ചു എന്ന്. ഇതൊരു ഉപാസന ആയിക്കോട്ടെ, എന്തിനു കുറയ്ക്കുന്നു? ഭിന്ന അധികാരത്വാത്. അതുകൊണ്ട് എന്ത് പറ്റി? കർമ്മ വിരുദ്ധമായിരിക്കുന്ന വിദ്യയും കർമ്മ അവിരുദ്ധമായിരിക്കുന്ന ഉപാസനയും തമ്മിൽ പ്രകരണ ഭേദോ ന വിരുദ്ധ്യത. ഇതാണ് സിദ്ധാന്തം അവസാനിപ്പിക്കുന്നത്. പ്രകരണ ഭേദത്തിന് ഒരു വിരോധവുമില്ല. അതെങ്ങനെ ചെയ്യും? കർമ്മ വിരുദ്ധമായിരിക്കുന്ന ജ്ഞാനം, അതുകൊണ്ട് ജ്ഞാനപ്രകരണം വേറെ, കർമ്മപ്രകരണം വേറെ. കർമ്മവുമായിട്ട് ഉപാസനയ്ക്ക് വിരോധം ഇല്ല എന്നുള്ളത് കൊണ്ട് ഉപാസനയും കർമ്മവും ചേർന്നിട്ട് വേറെ പ്രകരണം. അപ്പോൾ ഇവിടെ നിങ്ങൾ രണ്ടായിട്ട് കാണത്തുള്ളൂ. ഒന്ന്, രണ്ടാമത്തെ മന്ത്രം ഒഴിവായിക്കളാം, 8ാം മന്ത്രം വരെ. അപ്പൊ 7 മന്ത്രങ്ങള് ജ്ഞാനത്തെ കുറിച്ച് സംസാരിക്കുകയാണ്. 2ാം മന്ത്രം കർമ്മത്തെ കുറിച്ച് പറയുകയാണ്. ആ കർമ്മത്തെ കുറിച്ച് പറയുമ്പോൾ പറയപ്പെട്ട കർമ്മവും 9ാം മന്ത്രത്തിലൂടെ ഇനി നിങ്ങൾ കേൾക്കുന്ന ഉപാസനയും തമ്മിൽ സമുച്ചയം വരുത്താം. അങ്ങനെയാണ്. അതേപോലെ തന്നെ വ്യാകൃത അഭ്യാകൃത ഉപാസനകൾ തമ്മിൽ സമുച്ചയം വരുത്താം. കാരണം രണ്ടും ഉപാസന സ്വരൂപമാണ്. പക്ഷെ ഇതിനിടയിൽ എന്താ പറയുന്നത്? വ്യാകൃത അഭ്യാകൃത ഉപാസന വിധാനസ്യ പ്രകരണ ഭേദനിഷ്ഠത്വാത്. ഏതിനേക്കാൾ ഭിന്നമായിട്ടാണ്? ജ്ഞാനത്തെക്കാൾ ഭിന്നമായിട്ടാണ് വ്യാകൃത അഭ്യാകൃത ഉപാസനകളെ ഭാസ്കരൻ പോലും കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് മനസ്സിലാക്കണം? അധികാരി ഭിന്നമായതുകൊണ്ട് എപ്രകാരം കർമ്മകാണ്ഡം കർമ്മകാണ്ഡത്തിൽ തന്നെ കർമ്മങ്ങൾ ഭിന്നമായിരിക്കുന്നുവോ, ഇതേപോലെ തന്നെ വിരോധാവിരോധങ്ങളെ മാനിച്ചും കൊണ്ട് അവിരുദ്ധങ്ങളായിരിക്കുന്ന കാര്യങ്ങൾ തമ്മിൽ സമുച്ചയവും വിരുദ്ധങ്ങളായിരിക്കുന്ന കാര്യങ്ങൾ തമ്മിൽ സമുച്ചയം പാടില്ലാത്തതുമാകുന്നു. അല്ലപ്പോൾ കർമ്മത്തിന് ജ്ഞാനവുമായിട്ട് വിരോധമുള്ളത് കൊണ്ട് ജ്ഞാനകർമ്മ സമുച്ചയം ചെയ്യാൻ പറ്റത്തില്ല. കർമ്മത്തിന് ഉപാസനയായിട്ട് വിരോധമില്ലാത്തത് കൊണ്ട് കർമ്മ ഉപാസനയും തമ്മിൽ സമുച്ചയം നടത്താം. പക്ഷെ അടുത്ത ചോദ്യം, ഉപാസനയും ബ്രഹ്മവിദ്യയും തമ്മിൽ സമുച്ചയം നടത്താൻ പറ്റുമെന്നുള്ളതാണ്. അതും പറ്റത്തില്ല. കാരണം കർമ്മത്തിന്റെ സമാന ഗുണമാണ് ഉപാസനയ്ക്കുള്ളത്. ജ്ഞാനത്തോടുകൂടി
കർമ്മം ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാ? കർത്തൃത്വം നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാ. അതുകൊണ്ട് തന്നെ ഉപാസനയും ചെയ്യാൻ പറ്റത്തില്ല. ഉപാസനാ സ്ഥലത്തും കർത്തൃത്വം ആവശ്യമാണ്. ഓക്കെ. ആയതുകൊണ്ട് ഉപാസനയും ജ്ഞാനവും തമ്മിലും സമുച്ചയമില്ല. ഉപാസനയും ജ്ഞാനവും കർമ്മവും തമ്മിലും സമുച്ചയമില്ല. ഉപാസനയും കർമ്മവും തമ്മിൽ സമുച്ചയം പറ്റും. കാരണം രണ്ടും അവിദ്യാകാര്യമാണ്. ആയതിനാൽ മൊത്തത്തിൽ എടുത്തിട്ട് ഒറ്റ പ്രകരണം എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം 1 മുതൽ 8 വരെയുള്ള മന്ത്രത്തിൽ ആ 7 മന്ത്രങ്ങള് ജ്ഞാനപ്രകരണമാണ്, അത് ഭിന്ന പ്രകരണമാണ്. 2ാം മന്ത്രവും ബാക്കി 9 മുതൽക്കുള്ള മന്ത്രവും തമ്മിൽ നിങ്ങൾക്ക് സമുച്ചയം നടത്താം. കാരണം രണ്ടും അവിദ്യാകാര്യമാണ്. അതേപോലെ തന്നെ വ്യാകൃതോപാസനയും അവ്യാകൃതോപാസനയും നിങ്ങൾക്ക് സമുച്ചയം നടത്താം. കാരണം രണ്ടും ഉപാസനാ സ്വരൂപമാണ്. എല്ലാ ഉപാസനയും പിടിച്ച് സമുച്ചയം നടത്തുന്നില്ല കേട്ടോ. എവിടെയാണോ ഉപാസന സമുച്ചയം നടത്തേണ്ടത് അവിടെ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ഇനി ബ്രഹ്മസൂത്രത്തിൽ ഗുണോപസംഹാര ന്യായം എന്ന് പറഞ്ഞിട്ട് 3ാം അധ്യായത്തിൽ എത്തിക്കഴിഞ്ഞാല് ഉപാസനകളുടെ സമുച്ചയം വിധിക്കും. അതെവിടെ പറ്റും എന്നുള്ളത് അത് അവരെ തീരുമാനിക്കത്തുള്ളൂ. എന്തുകൊണ്ട് കാരണങ്ങൾ ഇങ്ങനെ മാറ്റി മാറ്റിക്കൊണ്ടിരിക്കും. ഭാഷകാരൻ പറഞ്ഞ ഹാഹാന്ന് കേട്ടിട്ടാനേ പറ്റത്തുള്ളൂ. ഇന്ന കാരണം കൊണ്ട് ഈ ഉപാസനയും ആ ഉപാസനയും സമുച്ചയം നടത്താം, ഇന്ന കാരണം കൊണ്ട് സമുച്ചയം നടത്താൻ പറ്റത്തില്ല. അപ്പം ചോദിക്കും, അല്ല അവിടെ പറഞ്ഞ കാരണം ഇവിടെ ഇല്ലേ? അവൻ പറയും, അല്ല ഇവിടെ വേറൊരു കാരണം ഉണ്ടെന്ന് പറയും. ഇങ്ങനെ മനുഷ്യന്മാരായിട്ട് കറക്കും. ബ്രഹ്മസൂത്രത്തിൽ ഇങ്ങനെ കാണും. പക്ഷെ അങ്ങനെ പറഞ്ഞ ശരിയാണ്. നമ്മൾക്ക് പെട്ടെന്ന് തോന്നുക ആ കാരണം ഇവിടെ ഉണ്ടല്ലോ, ഇതിനെ പിടിച്ച് സമുച്ചയം നടത്താൻ പറ്റത്തില്ലേ? പക്ഷെ വേറെ ഏതെങ്കിലും കാരണം കൊണ്ട് ഇതിന് സമുച്ചയം നടത്താൻ പറ്റാതെ പോകും. ഇങ്ങനെയൊക്കെയുള്ള ബാക്കി കാര്യങ്ങൾ ബ്രഹ്മസൂത്രത്തിൽ കാണാം. ഇവിടെ കൂടുതൽ പറയുന്നില്ല. വിരുദ്ധാവിരുദ്ധങ്ങൾ തമ്മിൽ ഏകത്വം പാടില്ല. വിരുദ്ധങ്ങൾ തമ്മിൽ ഏകത്വം പാടില്ല, അവിരുദ്ധങ്ങൾ തമ്മിൽ ഏകത്വം പറ്റും. അതുകൊണ്ട് എന്താണ് ടീക്കയിൽ പറഞ്ഞത്? വിദ്യാതു ബ്രഹ്മജ്ഞാനം എന്നാണ്. ഇനി 15 നമ്പർ ടിപ്പണി നോക്കിയോ. അവിരുദ്ധ വിഷയകത്തെ ഈ പ്രകരണ ഭേദോന യുജ്യതേ. അവിരുദ്ധ വിഷയമാണെങ്കിൽ പ്രകരണത്തിന്റെ ഭേദം ചെയ്യുന്നത് ശരിയല്ല. വിരുദ്ധ വിഷയകത്തെ തു ന്യായേവ. രണ്ടും ഭിന്ന ഭിന്നമാണ്, വിരുദ്ധമാണെങ്കിൽ പ്രകരണ ഭേദം ശരിയാണ്. ജ്ഞാനവും കർമ്മവും തമ്മിൽ വിരോധമുള്ളത് കൊണ്ട് പ്രകരണ ഭേദം ശരിയാണ്. ജ്ഞാനവും കർമ്മവും വിരോധമുള്ളത് പോലെ തന്നെ ജ്ഞാനവും ഉപാസനയും വിരോധമുള്ളത് കൊണ്ട് ഉപാസന പ്രകരണവും ജ്ഞാനപ്രകരണവും ഭിന്നമാണ്. കർമ്മപ്രകരണവും ഉപാസന പ്രകരണവും തമ്മിൽ ഏകമാണ്. കാരണം രണ്ടും ചേർന്നിട്ട് ഏകമായിരിക്കുന്ന ഫലത്തെ കൊടുക്കുന്ന വഴിയുണ്ട്. രണ്ടിനും അജ്ഞാന കാരിത്വം എന്നുള്ളത് സമാനമാണ്. അതുകൊണ്ട് സമുച്ചയം ചെയ്യാൻ പറ്റും. അപ്പം ഭാഷ്യത്തിൽ എവിടം വരുത്തി? പ്രകരണ ഭേദോ ടീക്കയില് പ്രകരണ ഭേദോന വിരുദ്ധതേ. പ്രകരണ ഭേദം ചെയ്യുന്നത് ജ്ഞാനപ്രകരണം വേറെ, ഉപാസന പ്രകരണം വേറെ എന്ന് പ്രകരണ ഭേദം ചെയ്യുന്നതിൽ ഒരു വിരോധവുമില്ല. ഈ ഉപാസന ഫിസിക്കലി ചെയ്യുന്ന ഉപാസനയാണോ അല്ല എന്ത് ഉപാസനയാണോ എന്ന് പറഞ്ഞു? അല്ല, ഉപാസന മാനസികമാണ്, ഫിസിക്കലായിട്ട് വരില്ല. അതിന് മാനസികമായിട്ട് എന്താ വെച്ചാൽ ജപോ കാര്യം എന്താന്ന് പറഞ്ഞു? ജപം വേറെയാണ്. നമ്മൾ ജപോപാസന എന്ന് പറയാറുണ്ട്. പക്ഷേ മനസ്സിന്റെ ഏകാകാര വൃത്തിയാണ് നമ്മൾ ഉപാസന എന്ന് പറയുന്നത്. അത് ഭാഷ്യകാരന്റെ തന്നെ വചനമുണ്ട്. അത് പഠിക്കാൻ എന്താ വഴി? എന്ത് പഠിക്കാൻ? ഉപനിഷത്തിൽ എത്ര സ്ഥലത്ത് ഉപാസന വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ നെക്സ്റ്റ് കയറാൻ പോകുന്നത് ആരുടെ? ഹിരണ്യഗർഭ ഉപാസനയും പ്രകൃതി ഉപാസനയാണ്. പക്ഷൊരു കാര്യം, ഇത് മാത്രം കൊണ്ടൊന്നും ഉപാസന ചെയ്യാൻ പറ്റത്തില്ല. എപ്രകാരം കർമ്മകാണ്ഡത്തിന്റെ കാര്യത്തില് നമ്മൾ കേരളത്തിൽ വലിയ ബോധമുള്ള ആൾക്കാരൊന്നുമില്ല. കർമ്മകാണ്ഡത്തിന്റെ കുറച്ച് അറിവ് വേണമെങ്കിൽ ഈ മാധ്വ സമ്പ്രദായക്കാരുണ്ടല്ലോ, ഉടുപ്പി, അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം. അതായത് ആപസ്തംഭാദി ഗൃഹ്യ സൂത്രങ്ങൾ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് മാത്രമേ ഒരു കർമ്മ എങ്ങനെ ചെയ്യണം എന്നുള്ളത്, അതിന്റെ പരമ്പര ഏതിനു ശേഷം അതിന്റെ ഹൈറാർക്കി നിശ്ചയിക്കുന്നതിന് നിങ്ങൾക്ക് അന്യഗ്രന്ഥം ആവശ്യമാണ്. ഇതേപോലെ തന്നെ ഉപാസനയ്ക്കും അന്യഗ്രന്ഥത്തിൽ പറഞ്ഞ കാര്യത്തെ വെച്ചിട്ടായിരിക്കും ഉപാസന സമ്പന്നമാകത്തുള്ളൂ. അല്ലാണ്ട് ഉപാസന കേവലം ഉപനിഷത്ത് ടെക്സ്റ്റ് വെച്ചിട്ടൊന്നും സിദ്ധിക്കാൻ പറ്റത്തില്ല. ഇന്ന് ഈ സാധനം നിലവിലില്ല. അതായത് ഉപനിഷത്തിൽ പറയുന്ന ഓരോ ഉപാസന ആരും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഈ ഓങ്കാരത്തിനെ 3-4 വിഭാജനം നടത്തിയതോ അത് അവർ തമാശക്ക് ചെയ്തതാണ്. ठीक है, ആൾക്കാരെ പറ്റിക്കാൻ അറിയുന്നല്ലാണ്ട് ഒരാളും ചെയ്യുന്നില്ല സാധനം. അതൊക്കെ ജനങ്ങൾക്കൊരു രസം. ठीक है, നമ്മളും ഈ ശാലഗ്രാമം അതേപോലെ നർമ്മദാശിയിലേക്ക് ആൾക്കാർ കൊടുക്കൂലേ, ഒരു രസത്തിന് ഉപാസിച്ചു വന്നു. ठीक है, അല്ലാതെ അതിൽ വാസ്തവ ബുദ്ധിയോട് കൂടി ഇരിക്കരുത്. കല്ല് ശാലഗ്രാമം വിഷ്ണുവാണ്, ശാലഗ്രാമം വിഷ്ണുവാണെന്നോ നർമ്മദാശില ശിവനാണെന്നോ കരുതരുത്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ കരുതി ഉപാസിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. കരുതി അവസാനം എന്ത് പറയുന്നോ, ആ കല്ലിന് ചൈതന്യം വെച്ചിട്ടോ ഉപാസിച്ച് ഒരു കണക്കിനും വരത്തില്ല മക്കളെ. കല്ല് ചൈതന്യമാകുന്നില്ല. ആ കല്ല് നമുക്ക് തല്ലി പൊട്ടിച്ചിട്ട് കോൺക്രീറ്റിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അത്രേ അതിനൊക്കെ വാല്യൂ ഉള്ളൂ. ഭാഷകാരന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്.
പ്രതീകോപാസന എന്താണ്, സമ്പദുപാസന എന്താണ്, എല്ലാം ഭാഷകാരൻ ഇപ്പോൾ നിങ്ങൾക്ക് ബ്രഹ്മസൂത്രത്തിൽ ക്ലിയർ കട്ട് ഐഡിയ തരും. ഹിരണ്യകാല ഉപാസന ഹിരണ്യഗർഭ ഉപാസന ഇഷ്ടം പോലെ ഉണ്ട്. എവിടെ ചാന്തോക്യത്തിലും ബൃഹദാരണ്യകത്തിലൊക്കെ എത്ര വകുപ്പിൽ വന്നിട്ടുണ്ട് ഹിരണ്യഗർഭ ഉപാസന. ഇതിലും വരാൻ പോകുന്നുണ്ട്. ഇതിലെ എന്താണ് എന്താണ് ഏ അവിദ്യാമുപാസത്തെ അല്ല, അത് കഴിഞ്ഞിട്ട് 12ാം മന്ത്രത്തിൽ അസംഭൂതി ഉപാസതയെ എന്ന് പറയും. അവിടെ ഹിരണ്യഗർഭ ഉപാസന വരാൻ പോകും. പക്ഷെ ഇവിടെ എല്ലാം ജടില പ്രസംഗമാണ് കേട്ടോ. ആരും കരുതണ്ട ഉപാസനയിലെ ലൈറ്റ് അല്ല, വളരെ ചെറിയ ചെറിയ ബിറ്റ് വെച്ചിട്ടാ പോകുന്നത്. ഈ അവിദ്യാ ഉപാസന എന്നത് ഇപ്പൊ അവിദ്യ എന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ട. വിദ്യ എന്ന് പറഞ്ഞാൽ മായ എന്ന് പറഞ്ഞ പ്രകൃതി ഉപാസന നടത്തിയിട്ട് പ്രകൃതിയിൽ ലീനമായിട്ടിരിക്കും. അങ്ങനെയുണ്ട്. ഈ ഒരു സാധനം 10 ഉപനിഷത്തിൽ ഈശാവാസ്യത്തിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. വേറെ ഒരു സ്ഥലത്ത് ഇതിനെ കേൾക്കാൻ പറ്റത്തില്ലായിരിക്കും. അവിദ്യാപാസന, വിദ്യോപാസന ഒരു സ്ഥലത്തും ഇനി മന്ത്രം കിട്ടൂല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇത് തലയിൽ നിൽക്കൂല, മറന്നു പോവും. നമ്മൾ ഇനി കാണത്തില്ല ഇതിന് ഈ ഒരു സാധനത്തെ. നമ്മളെപ്പോഴും സമുച്ചയം ആലോചിച്ചിരിക്കും, പക്ഷെ ഇത് എവിടെയായിരുന്നു ഇതിന്റെ സമുച്ചയം എന്നുള്ള മനസ്സിലാകത്തില്ല. കർമ്മജ്ഞാന സമുച്ചയം നടക്കുന്നുണ്ട്. കർമ്മജ്ഞാന സമുച്ചയം നടക്കുന്നുണ്ടോ? ഇവിടെ നിങ്ങൾ കർമ്മജ്ഞാന സമുച്ചയത്തെ എതിരിട്ടില്ലേ? ബ്രഹ്മസൂത്രത്തിലെത്തി കഴിഞ്ഞ കർമ്മജ്ഞാന സമുച്ചയം പറയും. അതേതാണെന്നോ? കർമ്മസമുച്ചയം. കർമ്മം ചെയ്ത് അന്ധക്കരണ ശുദ്ധി വഴി ജ്ഞാനം. അപ്പോൾ അവിടെ ക്രമത്തിലുള്ള സമുച്ചയം മാനിക്കുന്നുണ്ട്. അപ്പം കാര്യങ്ങൾ ഇങ്ങനെ മാറി മാറി പോകുന്നവര് ഏതാണെന്നൊക്കെ നമുക്ക് നിശ്ചയം വേണത്. എപ്പോഴാണ് വർക്കൗട്ട് ആവുന്നത്, എന്തുകൊണ്ട് ഇവിടെ വർക്ക് ആവത്തില്ല എന്നുള്ളതല്ല. ഫൈനലി ഇത് ജ്ഞാനത്തിന് വേണ്ടിയിട്ടല്ലേ? ആത്യന്തികമായിട്ട് ജ്ഞാനത്തിന് വേണ്ടിയാണ്. ജ്ഞാനത്തിന് ഉതകുന്ന ബുദ്ധി അല്ല. കാല് കഴി വെള്ളം കുടിപ്പിക്കുന്ന മനുഷ്യന്മാർക്ക് എവിടുന്നാണ് ബ്രഹ്മാകാര വൃത്തി വരാൻ പോകുന്നത്? മനസ്സിലായോ? ആ പ്രസംഗം എന്താ അവതരിപ്പിച്ച മനസ്സിലായല്ലോ. ഈ ശാസ്ത്രത്തിൽ ഇപ്പം ഇപ്പം ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ തന്നെ സന്യാസിമാര്, ബ്രഹ്മചാരിമാര്. ഇപ്പൊ ഇന്നലെ ഒരാളെ കുറിച്ച് പറയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ കക്ഷി ഒരു എന്താണ് ഭക്തനല്ലേ? മുന്നോട്ട് ഒരു ഭക്തനല്ല, അങ്ങേര് അനേക ഭക്തനാണ്. അങ്ങേരുടെ റൂമിലില്ലാത്ത ദേവതകളില്ലെന്നാ പറയുന്നത്. ആളാചാര്യനാണ്, മണ്ഡലേശ്വരാണ്, ക്ലാസ് എടുക്കുന്നുണ്ട്. പക്ഷെ പ്രശ്നം എന്താണ്? രാവിലെ തന്നെ ജയ ജയ ഓംകാര തുടങ്ങും. ठीक है. രാമായണത്തിൽ ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന ശ്ലോകം ഏതാ? മാം വിദ്ധി ജനകാത്മജം അയോധ്യാം അടവീം വിദ്ധി ഗച്ഛ താത യഥാസുഖം. അപ്പൊ ഞങ്ങളുടെ ക്ലാസ്സിൽ പേര് പറഞ്ഞ എന്റെ അദ്വൈത സിദ്ധിയുടെ ക്ലാസ്സിൽ ഒരു ഭക്തനുണ്ട്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, രാമായണത്തിലെ മഹാമോശ ശ്ലോകം ഏതാന്ന് വെച്ചു. അങ്ങനെ ഒരു ശ്ലോകമില്ല. ഞാൻ ചോദിച്ചു, ജനനി ജന്മഭൂമിച്ച സ്വർഗാധിപഗരീയസി എന്ന് ഒരു ജ്ഞാനി പറയാൻ പാടുണ്ടോ? ജ്ഞാനിക്ക് സ്വർഗമോ നരകമോ തന്റെ നാടോ ഉണ്ടോ? തന്റെ നാടുണ്ടെങ്കിൽ പിന്നെ എവിടത്തെ ജ്ഞാനി? അങ്ങനത്തെ ഒരു ജ്ഞാനി നമുക്ക് ആവശ്യമില്ല. തന്റെ എന്നുള്ള ഭാവം എപ്പോഴാണ് വരുന്നത്? അജ്ഞാനം നിലനിൽക്കുമ്പോഴല്ലേ വരത്തുള്ളൂ. യോ അന്യത്രാത്മന ക്ഷത്രം വേദ ബ്രഹ്മവേദ സർവം വേദ എന്ന് പറഞ്ഞതിന്റെ സാധനം അർത്ഥം എന്താ? നിങ്ങൾ ഏതെങ്കിലും ഒരു വസ്തുവിനെ ബ്രഹ്മഭിന്നമായിട്ട് കണക്കാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഒരു സാധനത്തെയും ബ്രഹ്മഭിന്നമായിട്ട് കണക്കാക്കാൻ പാടില്ല. എല്ലാത്തിനെയും നിഷേധിച്ചുകൊണ്ട് ബ്രഹ്മം മാത്രമേ സത്യമുള്ളൂ, അത് ഞാനാണെന്നാണ് അറിയേണ്ടത്. അതിന്റെ ഇടയിൽ കയറി പറയാണ് ജന്മഭൂമി ഉണ്ടല്ലോ, ക്യാ കഹന ഹേ. ठीक है. अभी स्वर्णमयी गंगा, स्वर्णमयी लंका, ठीक है. നമേ രോചതി ലക്ഷ്മണ. എനിക്കൊരു രസവും തോന്നില്ല ലക്ഷ്മണ. ജനനീ ജന്മഭൂമിച്ച സ്വർഗാധിപഗരീയസി. എനിക്ക് തിരിച്ചു പോകണം. ഞാനിക്ക് അങ്ങോട്ട് പോകാൻ അങ്ങോട്ട് വരാം. ठीक है. എന്ത് സ്വർണം, എന്ത് ലങ്ക അല്ലേ? പറയാൻ പാടുണ്ടായിരുന്നോ? ജ്ഞാനി പറയാൻ പാടുണ്ടോ? നമുക്ക് പറയാം. ജ്ഞാനിയുടെ വായിൽ നിന്ന് നീ വരുത്തി തരാൻ പാടില്ലായിരുന്നു. പിന്നെ എന്തിനാ എഴുതിപ്പിച്ചേ? എനിക്കറിയത്തില്ല. ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റത്തില്ല. ജ്ഞാനിയുടെ വായിൽ നിന്ന് വരാൻ പാടില്ലായിരുന്നു. ജ്ഞാനി അങ്ങനത്തെ ഒരു സാധനത്തെ ഗ്രേറ്റ് എന്നുള്ളൊരു ബുദ്ധിയോടുകൂടി കാണാൻ പാടില്ലായിരുന്നു. എല്ലാം മിഥ്യയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ബ്രാഹ്മണ ശരീരം ശ്രേഷ്ഠമായിട്ട് ചണ്ടാലം കുതിച്ചിരുന്നേനെ അല്ലേ? ശ്രേഷ്ഠത ശരീരത്തിന്റെ പേരിൽ മാനിക്കുമ്പോൾ സമാനമല്ലേ ശ്രേഷ്ഠത രാജ്യത്തിന്റെ പേരിൽ മാനിക്കുന്നത്? കണ്ടേ, ഇതിന്റെ ഒരു കഥാഭാഗം വേറെയുണ്ട്. രാംജിയും നമ്മുടെ നൈയായികന്മാരുടെ ഗുരു ആര്? നൈയായികന്റെ ആചാര്യനാരാ? അയോധ്യ. അങ്ങേര് നിങ്ങളോട് പറഞ്ഞല്ലോ 13 മാസം അല്ലേ വർഷം കാട്ടുവാസം നടത്തണം. കാനനവാസത്തിനായിട്ട് ഇറങ്ങുകയാണ്. വഴിയിൽ അതാ കണ്ടുമുട്ടുന്നു ആര്? ഗൗതമരെ.
അപ്പൊ ഗൗതമൻ ചോദിക്കും, എങ്ങോട്ടാണ് ഉണ്ണി പോകുന്നത്? ഞാൻ പറയും, അച്ഛൻ പറഞ്ഞിട്ടുണ്ട് വനവാസം ചെയ്യണം. അപ്പം ഗൗതമൻ തിരിച്ചു ചോദിക്കും, ഇപ്പൊ നീ വനത്തിലല്ലേ, ഇനി എങ്ങോട്ടാ പോകുന്നത്? അങ്ങനെയല്ല, വനത്തിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചോദിക്കും, വനത്വാവച്ചിന്റെ വനം, വനത്വാവച്ചൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോ? സകല ഘടത്തിലിരിക്കുന്ന ജാതിയാണ് ഘടത്വം, സകല വനത്തിലിരിക്കുന്ന ജാതിയാണ് വനത്വം. വനത്വാവച്ഛിന്നമായിരിക്കുന്ന വനം എല്ലാ വനവുമാണ്, ഘടത്വാവച്ഛിന്നമായിരിക്കുന്ന ഘടം എല്ലാ ഘടവുമാണ്. അതുകൊണ്ട് ഈ വനവും വനമല്ലേ ഉണ്ണി, പിന്നെന്തിനാ മുന്നോട്ട് പോകുന്നത്? വനത്വേന വനം, ഇതും വനത്വേന വനത്വാവച്ഛിന്ന വനമാണ്. ഇനി മുന്നോട്ട് പോകേണ്ട എവിടെ നിന്നു? രാമന് കലിപ്പ് കയറും. ഞാൻ പറയും, തന്റെ ഒരു ന്യായം ടീക്കേ അവച്ഛേദ അവച്ഛിന്ന ചൊറിഞ്ഞ പരിപാടിയായിട്ട് ഇറങ്ങിക്കോളൂ. നിങ്ങൾ നൈയായികന്മാർ ശൃഗാലങ്ങളായിട്ട് ജനിച്ചു എന്ന് പറയും, ഉറുക്കന്മാരായിട്ട് ജനിക്കും, ഓരിടലാണ് നിങ്ങളുടെ പരിപാടി. ഇത് കേട്ടപ്പോൾ വിടുമോ നമ്മുടെ നൈയായിക ഗുരു? പറയും, നീ വലിയ വേദാന്തി രാമ, നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല അല്ലേ, എന്നിട്ട് ഇങ്ങോട്ട് തട്ടിക്കയറുകയാണ്. കേവലം വേദാന്തം മാത്രം പഠിച്ചു നടന്നാൽ പട്ടികളായി ജനിക്കട്ടെ എന്ന് പറയും. ഇതെല്ലാം കഥയാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഈ പട്ടിത്വവും ശൃഗാലത്വവും ഒഴിവാക്കണമെങ്കിൽ എന്ത് വേണം? രണ്ട് ശാസ്ത്രവും ഒന്നിച്ച് പഠിക്കണമായി. മനസ്സിലായോ? ന്യായവും പഠിക്കണം, വേദാന്തവും പഠിക്കണം എന്നാണ് കഥയുടെ രത്ന ചുരുക്കം. അതുകൊണ്ട് ആരാണോ കേവല വേദാന്തം മാത്രം പഠിച്ച് ന്യായം പഠിക്കാത്തത്, അവർക്ക് അടുത്ത ജന്മം എന്തായി മാറും? ഞാൻ പറഞ്ഞു കേട്ടോ, കഥയില് പട്ടി ജന്മാവും. അതുകൊണ്ട് ശ്രദ്ധിച്ചോ, ന്യായം പഠിച്ചോ. ടീക്കേ, ന്യായം പഠിച്ചില്ലെങ്കിൽ ഉള്ള ബുദ്ധിമുട്ടാണിത്. ഇനി ന്യായം മാത്രം പഠിച്ചാലോ, അപ്പോഴും ശൃഗാലനായിട്ട് ജനിക്കും, വാലെപ്പോഴും ബാക്കി നിൽക്കും. ഈ വാല് ഒഴിവാക്കണമെങ്കിൽ ടീക്കേ രണ്ടും ചേർന്ന് പഠിച്ചേ പറ്റത്തുള്ളൂ. ഇതെന്താ ഉദ്ദേശം എന്ന് പറഞ്ഞാലേ, പണ്ടത്തെ ഞാൻ കേട്ടതാണ്, രാമകൃഷ്ണ മിഷനിൽ ഉണ്ടായിരുന്ന ഒരു സന്യാസി, അങ്ങനെ കൈലാസാശ്രമത്തിലും ഉത്തരകാശിയിലൊക്കെ ജീവിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അപ്പം കൈലാസാശ്രമത്തിൽ എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും ഈ ബ്രഹ്മവിദ്യയുടെ കാര്യത്തിലുള്ള ടോപ്പ് ആചാര്യന്മാർ ക്ലാസ് എടുക്കുന്ന സ്ഥലമാണ്. അപ്പം അങ്ങേര് മറ്റുള്ളവരോട് പറയുന്നുണ്ട്, നിങ്ങൾ വേദാന്തം പഠിക്കുന്ന സമയത്ത് ന്യായം പഠിക്കണം. ഇനി ന്യായം നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ന്യായത്തിലെ ആചാര്യന്മാര് വേദാന്തം എടുക്കുന്ന സമയത്ത് മാത്രമേ നിങ്ങൾ വേദാന്തം കേൾക്കാവൂ. അതെന്തുകൊണ്ടാ മനസ്സിലാകുന്നുണ്ടോ? നൈയായികന്റെ വേദാന്തം, വേദാന്തിയുടെ ന്യായം എന്ന് പറയുന്ന ന്യായയുക്ത വേദാന്തം, അതിന്റെ സ്റ്റഫ് വേറെയാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ല. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് ആലോചിച്ചു. ശരിക്കും നിങ്ങൾക്ക് വേദാന്തം മനസ്സിലാവേണ്ട ന്യായ ആവശ്യമുണ്ട്. അവരാണ് വളരെ പിൻ പോയിന്റ് ആയിട്ട് ഒരു വിഷയത്തെ എടുത്തിട്ട്, ഇപ്പൊ തന്നെ നമ്മൾ ഈ പങ്ക്തി കുറച്ച് നിന്നിട്ട് അത് കറക്ഷൻ നടത്തിയിട്ട് നമ്മൾ മുന്നേറിയത്. അപ്പൊ അവിടെ നിന്ന് പോകുന്നത് പ്രസംഗം നമുക്ക് മനസ്സിലാണ്, എന്തോ ഒരു പ്രസംഗം അവിടെ ഉണ്ടല്ലോ. നമ്മൾ തയ്യാറാകുന്ന സമയത്ത് അത്രയൊന്നും നമ്മൾ അടിച്ചുവിട്ടാൻ പോകത്തുള്ളൂ. പഠിപ്പിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് അവിടുത്തെ പ്രശ്നം നമ്മളെ മുന്നിൽ നോക്കൂ. അപ്പൊ അത് വരാനുള്ള കാരണം ന്യായ സിദ്ധാന്തത്തിന്റെ പിടിപാടാണ്. ഓക്കെ, ഈ ഭൂലോകത്തെ തെറ്റ് മാത്രം എടുത്ത് കാണിച്ചു തരുന്ന ഒരു വിദ്യയാണ് ന്യായം. നിങ്ങൾക്ക് തെറ്റ് ആ വിഷയത്തിൽ കണ്ട് കറക്ഷൻ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിയായിരിക്കും സ്ഥലത്തെത്താം. അതിനു വേണ്ടിയാണ്, ദോഷമല്ല. പ്രസംഗത്തിലെ പ്രശ്നമാണ് നിങ്ങളെ മുന്നിൽ ആദ്യം തെളിയത്തുള്ളൂ. ആരെന്ത് പറഞ്ഞാലും പഠിച്ചാലുള്ള ഗുണം എന്താ പറഞ്ഞാൽ, ഒരാൾ പറയുന്ന നേരം അങ്ങേരുടെ വാക്യത്തെ നമ്മൾ പിടിക്കൂല, അങ്ങേരുടെ ഇന്റൻഷനെ നമ്മൾ കറക്റ്റ് പിടിക്കും. അതെന്തുകൊണ്ടാണോ? നിങ്ങളെ ഈ ന്യായം പഠിപ്പിച്ച് പോകുന്നേരം അതിന്റെ പങ്ക്തിയുടെ ജടിലത പഠിപ്പിക്കുന്ന ആൾ നിൽക്കുന്ന ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ ആ വാക്യത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ ഏതൊരു വാക്യം വരുന്നേരവും അങ്ങേര് എങ്ങോട്ട് പോകും എന്നുള്ളത് നമ്മൾ ഇവിടുന്ന് ചിന്തിച്ചു തുടങ്ങും. ഈ ഒരു ശീലം ഉള്ളത് കൊണ്ട് ആര് സംസാരിച്ചാലും ഇത് എങ്ങോട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യം സുഖമായിട്ട് മനസ്സിലാവും. പറ്റിക്കപ്പെടും വേറെ വിഷയം, പക്ഷെ അവർ ഉദ്ദേശിക്കുന്ന കാര്യം എന്താന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇത് എന്താണ് പറയാൻ പോകുന്നത് തുടങ്ങുമ്പോഴേക്ക് മനസ്സിലാവും ഇത് എവിടെ കൊണ്ട് ചെത്തും എന്നുള്ളത്. അങ്ങനത്തെ ഒരു ഗുണമുണ്ട് ന്യായം പഠിച്ചാല്. അതുകൊണ്ട് ഞാൻ പഠിച്ചോളൂ സമയം കിട്ടുന്നതനുസരിച്ച്. അതായത് ശങ്കര പരമ്പരയ്ക്ക് മുന്നേ ഉള്ള പരമ്പരയാണ് ദണ്ഡി പരമ്പര, ദണ്ഡി സന്യാസം. ദണ്ഡി സന്യാസമല്ല പരമഹംസ സന്യാസം. ടീക്കേ, ഈ നിങ്ങളുടെ ഭാഷ്യകാരനനുസരിച്ച് ബ്രാഹ്മണനാമിവ സന്യാസി അധികാര എന്ന് പങ്ക്തിയുണ്ട്. പക്ഷേ ഈ പരമഹംസ സന്യാസ സ്ഥലത്ത് ത്രൈവർണിക സന്യാസമാണ് വരുന്നത്. അത് വിവരണ വാർത്തികാര മതാനുസാരം വരുമ്പോഴേക്കും ഉദാഹരണം കൊടുത്തും കൊണ്ട് പറയും, ത്രൈവർണികന് വേദത്തിൽ അധികാരമുള്ളത് കൊണ്ട് സന്യാസത്തിൽ അധികാരമുണ്ട്. വിവരണ പ്രമേയ സാരം എത്തുമ്പോഴേക്കും സകല വർണ്ണത്തിനും സ്ത്രീക്കും അധികാരം കൊടുക്കുന്നുണ്ട്. ഗാർഗി വിദിതയോരിവ സന്യാസോ അഭിമന്യതേ എന്ന ശ്ലോകമുണ്ട്.
എന്നാൽ ഭാഷകാരനും ഈ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ സന്യാസം എല്ലാവർക്കും പറ്റുമെന്നുള്ള അഭിപ്രായം ഉണ്ട് എന്നൊരു ശ്ലോകമുണ്ട്. പക്ഷെ ഇപ്പോൾ നിലനിൽക്കുന്ന ത്രൈവർണിക സന്യാസ സ്ഥലത്ത് ദണ്ഡമില്ല. കാരണം ദണ്ഡി ഏതാണ്? ദണ്ഡി അത് ശങ്കര പരമ്പരയ്ക്ക് മുന്നേയുള്ള പരമ്പരയാണ്. അപ്പൊ നിങ്ങൾ പറ, ഈ ശങ്കരാചാര്യരുടെ കയ്യിൽ ആരാ ദണ്ഡ് കൊടുത്തത്? അങ്ങനെ ഒരു പരമഹംസനാണോ? അല്ലയോ? അല്ല, അത് പരമഹംസ സന്യാസമേ അല്ല. ആ ദണ്ഡില് എന്തുണ്ട്? നൂല്, ഉപനയനം, പഴയ നൂല് ഒഴിവാക്കി പുതിയൊരു നൂല് കെട്ടിവെച്ചിട്ട് ടീക്കെ പരശുവിന്റെ രീതിയിൽ തുണിയും കെട്ടിവെച്ചിട്ടാണ് ആ ദണ്ടിരിക്കുന്നത്. അത് കർമ്മത്തിന്റെ ലേശം കാണിക്കാനാണ്. അവര് സൊസൈറ്റിയെ ലീഡ് ചെയ്യുക, ടീക്കെ സമുദായത്തിന്റെ ലീഡേഴ്സ് എന്നുള്ള സ്ഥാനത്തായിരിക്കുന്നത്. അത് പരമഹംസ പാരിവ്രാജ്യ സന്യാസമല്ല. ഇനി നിങ്ങളുടെ കേരളത്തിൽ എത്തുമ്പോഴേക്കും ദണ്ഡികൾക്ക് സന്യാസം കൊടുക്കുന്നത് പോലും ഗൃഹസ്ഥനാണ്, സന്യാസി അല്ല. എന്ത് ചെയ്യും? ഇത് എവിടെ ഉൾപ്പെടുത്തുന്നത്? ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ അന്നത്തെ ക്ലാസ്സിലുള്ള വിരൂപാക്ഷയോട് ചോദിച്ചോ എന്താ സംഭവം എന്നുള്ളത്. അങ്ങനെ ഒരു കഥ മടിച്ചിട്ടല്ലേ ദണ്ഡ് ഉപേക്ഷിച്ച് കളഞ്ഞത്. മനസ്സിലായോ? ക്ലാസ്സിനെ കൊണ്ട് അങ്ങനെ ഉപകാരം ഉണ്ടായിട്ടുണ്ട്. വേറെ ഉപകാരമാണോ ഉപദ്രവമാണോ എന്നുള്ള പിൽക്കാലത്ത് നോക്കണം. പക്ഷെ സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഉപകാരമാണ്. കാരണം ഈ ദണ്ഡം എന്നുള്ള അധികാര ചിഹ്നം പോലും വിട്ടുകളഞ്ഞിട്ടാണ് പരമഹംസ പാരിവ്രാജ്യത്തിലേക്ക് വരുന്നത്. അപ്പം ബോധവും പേരുള്ളവൻ ആ ദണ്ഡം കളയാൻ തയ്യാറാണ്. ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് നമ്മുടെ വിരൂപാക്ഷേട്ടൻ ശരിയേ, ഇത് അങ്ങനെ ഒരു ഡൗട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇദ്ദേഹത്തെ കൈലാസ് മണ്ഡലേശ്വരയെ കൊണ്ടുവച്ച് മീറ്റ് ചെയ്യിപ്പിച്ചത്. അപ്പൊ സ്വാമി പറഞ്ഞു പലരും ദണ്ട് കളഞ്ഞ ആൾക്കാരുണ്ട്. ചിലർ ദണ്ട് ഉപയോഗിക്കത്തില്ല, ചിലർ ദണ്ട് ഗംഗയിൽ കളയാറുണ്ട്. എന്തുകൊണ്ടാണ്? പരമഹംസ പാരിവ്രാജ്യ സ്ഥലത്ത് നമ്മൾ സന്യാസം സ്വീകരിക്കുന്നതിന് മുന്നേ ദണ്ട് തരുന്നുണ്ട്. പക്ഷേ കർമ്മകാണ്ഡത്തിന്റെ അവസാനത്ത്, അതായത് ദീക്ഷ സ്വീകരിക്കുന്നതിന് മുന്നേ ആ ദണ്ടും കളയും. ചിലര് ദണ്ട് അന്നേരം കളയാതെ പോകുന്നവരെ ആര്? ഈ ദണ്ട് സ്വാമിമാര് ബോധം വിവരം വെച്ച് കഴിഞ്ഞാല് പരമഹംസ പാരിവ്രാജ്യത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ദണ്ടും കളയും. ഓക്കെ, കാരണം മന്ത്രത്തിൽ അങ്ങനെയുണ്ട്, അപ്സു സർവം വിസൃജ്യ, ജലത്തിലേക്ക് എല്ലാം ത്യജിച്ചിട്ട്. ഈ ദണ്ടിനോട് എന്താ മോഹം? ദണ്ട് എന്തിന്റെ അതായത് സർവ്വസംഘം പരിത്യാഗം നടത്തിയവന്റെ കയ്യിൽ എന്തിനാ ദണ്ട്? ഇല്ല, ഒരു ദണ്ട് കിടന്നോട്ടെ. അതുകൊണ്ട് ഈ ഒരു സിസ്റ്റത്തെ ഹൈജാക്ക് ചെയ്തിട്ടാണ് ശങ്കരാചാര്യ പരമ്പര പോലും ഉള്ളത്. അല്ലാണ്ട് ശങ്കരാചാര്യർക്ക് എന്തിനായിരുന്നു ദണ്ട്? ഈ സാധനം ത്രൈവർണിക സന്യാസത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ സർവസംഘ പരിത്യാഗ സ്ഥലത്ത് ദണ്ട് പോലും ഇല്ലല്ലോ. ഈ ദണ്ഡികളില് ത്രൈവർണികന് സന്യാസം കൊടുക്കത്തില്ല. പിന്നെ ദണ്ട് വെച്ചിട്ട് സന്യാസിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അപ്പോഴും കാണിക്കേണ്ടിട്ടാ, ഞാൻ ബ്രാഹ്മണനായിരിക്കും സന്യാസിയാണ്, എന്റെ കാല് കഴിയത് കൊണ്ട് നിങ്ങൾക്ക് പുണ്യം. കുടിച്ചാൽ വയറ്റിലെത്തിക്കഴിഞ്ഞാൽ അത് ജലമല്ല, അമൃതാണ്. ഈ പഞ്ചപാതിക എന്നുള്ള ഒരു ഗ്രന്ഥം, അത് ടോപ്പ് ഓർഡർ ടെക്സ്റ്റ് ആണ് പഞ്ചപാതിക. അതിന് കുറെ ടീക്കയുണ്ട്. അവിടെയാണ് വിവരണം എന്നുള്ള ടീക്ക വരുന്നത്. പഞ്ചപാതികയുടെ ടീക്കയുടെ മുഖ്യ ടീക്കയുടെ പേരാണ് വിവരണം. ഋജു ടീക്കെ. ആ വിവരണത്തെ ആശ്രയിച്ചിട്ടാണ് വിവരണ പ്രസ്ഥാനം തന്നെ തുടങ്ങുന്നത്. സ്കൂൾ ഓഫ് വിവരണ എന്നുള്ളത് സിസ്റ്റം തന്നെ വേറെ തുടങ്ങുന്നുണ്ട്. അതിന്റെ ടെക്സ്റ്റ് പ്രിന്റ് ചെയ്യുന്നുണ്ട് എവിടുന്ന്? കാശിയിലെ മഹേഷാനന്ദ സംസ്ഥ. അവര് എഡിറ്റ് ചെയ്തിട്ട് ശങ്കരന്റെ ആ ഫോട്ടോത്തിൽ നിന്ന് വടി മാറ്റി കളഞ്ഞിട്ടുണ്ട്. വടിയില്ലാത്ത ശങ്കരനെ കിട്ടണമെങ്കിൽ അവിടെ അന്വേഷിക്കുക. വടി വെച്ച ശങ്കരനും വടിയില്ലാത്ത ശങ്കരനും എന്ത് ചെയ്യും? അതായത് ഇതൊക്കെ കണ്ടു കഴിഞ്ഞൊരു കാര്യം മനസ്സിലാക്കുക, ഓരോരോ കാലഘട്ടത്തിനനുസരിച്ച് ഓരോ സിസ്റ്റത്തെ ഹൈജാക്ക് ചെയ്തിട്ടുണ്ട് നമ്മള്. രാമായണത്തിൽ പറഞ്ഞല്ലേ, അതിപ്പം ശരിക്കും വാൽമീകി എഴുതി ചേർത്തതോ അല്ല, ശരിക്കും വേറെ പിൽക്കാലത്ത് വന്നതായിരിക്കുമോ? പക്ഷേ ഞാൻ ഈ പറഞ്ഞ ഒരു തിങ്കിങ് പാറ്റേണിലൊന്നും അല്ല ആ വിഷയം ഓടുന്നത് അവിടെ. അത് സ്വാഭാവികമായിരിക്കുന്ന ഒരു കാര്യം വരാണ്. മോനെ ലക്ഷ്മണ, നമുക്ക് തിരിച്ചു പോകണം. കാരണം നമ്മളെ നാട് എവിടെയാണ്, നാട്ടിലെ സൗകര്യം ഇവിടെ ഇല്ല. നീ ഈ ലങ്ക സ്വർണ്ണമായി കണ്ടിട്ട് ഭ്രമിക്കുകയും വേണ്ട, തിരിച്ചു പോയിരിക്കും. കഷ്ടപ്പാടുണ്ടെങ്കിലും നമ്മളെ വീടാണ്. ഓക്കെ, എന്തിന് ഇത്ര അധികം പറയുന്നത്? എത്ര ഫെസിലിറ്റി ഉണ്ടെങ്കിലും നിങ്ങൾ സന്യാസാശ്രമത്തിൽ വേറെ എവിടെയും പോയി കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന എല്ലാ ക്രിയാകലാപത്തിനും മുഖസാക്ഷിയായിട്ട് നിൽക്കേണ്ടി വരും. മുഖസാക്ഷിയല്ല, അതിൽ നിങ്ങൾ എൻഗേജ് ആയേ പറ്റത്തുള്ളൂ. നിങ്ങൾ വെറുതെ കിടന്നിട്ട് എടുത്തിട്ട് അവര് പെരുമാറുന്ന സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ബ്രഹ്മവിദ്യക്ക് അവിടെ കിടക്കും. സന്യാസാശ്രമത്തിൽ ഓരോ ആശ്രമത്തിലെയും സിസ്റ്റത്തിനനുസരിച്ച് ജീവിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് പലരും ആശ്രമം വിട്ടിട്ട്, നിങ്ങൾക്ക് എത്ര പേരെ കാണാം ഹരിദ്വാറിൽ കുടിലുകളിൽ താമസിക്കുന്ന ആൾക്കാർ, സന്യാസിമാർ, വഴി താമസിക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് സംസാരിച്ചു നോക്ക്. ഈ വേദാന്ത വിദ്യ അവിടെ കിടക്കട്ടെ, ഈ കറങ്ങി അടിച്ച് ശീലമുള്ളവന്റെ വായിൽ നിന്ന് വരുന്ന ഫയർ ഉണ്ടല്ലോ, സാമാന്യ സന്യാസിക്ക് പോലും പിടിച്ചേക്കാൻ പറ്റത്തില്ല. എന്നാലെ കീടിലൻ ചോദ്യം ചോദിച്ചു നമ്മുടെ മുന്നിൽ പ്രസംഗം വെച്ചൊരു തിരിച്ചൊരു ഉത്തരം പറയാൻ പറ്റത്തില്ല. ഇത്രയും മോഹമില്ലായിരുന്നെങ്കിൽ എന്തിനാണ് ഇത്രയും കെട്ടിപ്പിടിച്ച ആശ്രമത്തിൽ ജീവിക്കുന്നത് ചോദിച്ചാൽ നിങ്ങളത് ഉത്തരം പറയും.
അതൊക്കെ ഉള്ളൂ സംഭവം. ठीक है. മനുഷ്യനെ എടുത്തിട്ട് തട്ടുന്നതനുസരിച്ചാണ് മനുഷ്യനെ അക്കലെ വെക്കുന്നത്. അതിനനുസരിച്ചാണ് ശാസ്ത്രം പറയുന്ന കറക്റ്റാണ്. സർവസംഘ പരിത്യാഗം ബ്രഹ്മാകാര വൃത്തിയിലെത്താൻ പറ്റും. ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് സ്വാർത്ഥത ഉണ്ടെങ്കിൽ ബ്രഹ്മാകാര വൃത്തിയിൽ ബുദ്ധി എത്തിക്കാൻ പറ്റത്തില്ല. ശരി, എന്നാൽ നമോ നാരായണ.